സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥസംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 പ്രിയമുള്ളവരെ, ഇന്നത്തെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നളചരിത സംബന്ധമായിട്ട് ഒരു ചർച്ചയാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നളചരിതം ആട്ടക്കഥയും അരങ്ങും ആസ്വാദക ഹൃദയങ്ങളിൽ എന്നാണ് വിഷയം. ഇതിൽ പങ്കെടുക്കുന്നവര് മിക്കവാറും എല്ലാവരും ഇരിങ്ങാലക്കുട കഥകളി ക്ലബിലെ സുപരിചിതരാണ്. മുരളിമാഷ് എന്ന് എല്ലാവരും വിളിക്കുന്ന ചാലക്കുടി ക്ലബിൻ്റെ പ്രധാന സാരഥി മുരളി മാഷാണിത് നയിക്കുന്നത്, മോഡറേറ്ററായിട്ടിരിക്കുന്നത്. പിന്നെ ഇരിങ്ങാലക്കുടക്കാരൻ തന്നെയായിട്ടുള്ള നമ്മുടെ വേണുമാഷുണ്ട്. പുതുമുഖം എന്ന് പറയാനായിട്ട് കുറച്ച് പേർക്കെങ്കിലും അറിയാത്ത ഒരാളുണ്ടാവുന്നത് സജനീവാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ ക്ലബിൻ്റെ പരിപാടിയിൽ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. ധാരാളമായി കഥകളി സംബന്ധമായിട്ടല്ല, ക്ലാസിക്കൽ കലാരംഗങ്ങളിലെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുകയും അതിനോട് നല്ലപോലെ പ്രതികരിച്ച് നിൽക്കുകയും ചെയ്യുന്ന, നമ്മൾ തന്നെ പല പ്രഭാഷണങ്ങളും കേട്ടിട്ടുണ്ട്. അങ്ങനെ പുതിയതായിട്ട് പറയാനുള്ള അദ്ദേഹത്തെ മാത്രമേ ഉള്ളൂ. പിന്നെ മായ, നെല്ലിയോട് ആശാൻ്റെ മകൾ മായ ഇവിടെ ഉണ്ട്. മായ ഇവിടെ സ്കൂളിലെ ടീച്ചർ തന്നെയാണ്. പിന്നെ ഉണ്ണികൃഷ്ണൻ ആണ് ഏറ്റവും ഈ വന്നവരിൽ ഏറ്റവും സീനിയറായിട്ട്. കാരണം ഞങ്ങൾ ഒരുമിച്ച് ഒരു 40 കൊല്ലം മുമ്പല്ല 50 കൊല്ലം മുമ്പ് തുടങ്ങിയ കഥകളി കാണാൻ നടക്കുന്ന ഒരു ചരിത്രമുണ്ട്. അപ്പോൾ അത്രയും കഥകളി കണ്ടും അതിനെക്കുറിച്ച് എഴുതിയും സംസാരിച്ചും നല്ലൊരു ആസ്വാദകനുമാണ്. സംഗീതം പോലെയുള്ള കാര്യങ്ങളിലും കുറച്ചുകൂടി ഇടപെടാറുള്ള വ്യക്തിയാണ് ഉണ്ണികൃഷ്ണനാണ്. RV ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം ലേബർ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനെയുള്ള ഒരു ടീം ഇവിടെ വന്നിട്ടുണ്ട്. നല്ലൊരു ചർച്ച തുടങ്ങി വയ്ക്കാനായിട്ട് ഇവരെല്ലാവരെയും ഒരുമിച്ച് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇരിങ്ങാലക്കുട KN വിശാൽ സ്മാരക കഥകളി ക്ലബിൻ്റെ ഈ 50ാം വർഷാഘോഷത്തിലെ ഏറ്റവും തെളിഞ്ഞ ചിന്തകളിലൊന്നായി നളചരിത സംബന്ധിയായി ഈ വാർഷിക ദിനങ്ങൾ ആഘോഷിക്കുക എന്ന ചിന്ത, അതിൽ പലതും നടന്നു കഴിഞ്ഞു. അവസാന ഘട്ടത്തിൽ ഉറപ്പായും അതിൻ്റെ പരിസമാപ്തിയിലേക്ക് അടുക്കുമ്പോൾ എല്ലാ നിലയിലും നളചരിതത്തെ ഒന്ന് പൊതുവായന ചെയ്തു പോവുക എന്നതിലെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഈ ചർച്ച കൂടി ഇവിടെ അരങ്ങേറുന്നത്. ഇവിടെ ഈ ചർച്ചയിലത്തെ ഒരു വിഷയമായിട്ട് കൊടുത്തിട്ടുള്ളത് ആട്ടക്കഥയും അരങ്ങും അത് ആസ്വാദക ഹൃദയങ്ങളിൽ നിന്ന്. ഒറ്റ വാക്ക് മാത്രം പറഞ്ഞ് ഇവർക്ക് മൈക്ക് കൈമാറുകയാണ്.
ആസ്വാദകൻ എന്ന വാക്കിൻ്റെ ഒരവസ്ഥ. പൊതുവെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ അത് കുറച്ച് ആൾക്കാരെ ഉദ്ദേശിക്കുന്നു എന്ന ഒരർത്ഥം വരുന്നുണ്ടല്ലോ. എന്നാൽ ഒരു സാമ്യവും ചിന്തകളില്ലാത്തൊരു കൂട്ടമാണ് എപ്പോഴും ആസ്വാദകർ. ഓരോരുത്തരും വ്യത്യസ്തമാണ്. അപ്പോൾ അതിൻ്റെ ഒരപകടം ഇത് വിശദീകരിക്കുമ്പോൾ ഈ ചർച്ചയിൽ തീർന്നു പോകും എന്ന് ഞാൻ വിചാരിക്കണം. 1. 2, ഈ ആസ്വാദപക്ഷത്തുള്ള ചിന്തയായതുകൊണ്ട് തന്നെ ഇത് കാണുന്നവരുടെ ഒരു മാനസികാവസ്ഥ വളരെ എന്താ പറയുക, തീർത്തും ഗ്രാമ്യമായിട്ട് കളിയാക്കുന്ന തരത്തിൽ കേട്ടിട്ടുള്ള ഒന്നാണ്. നളചരിതം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അഥവാ നളചരിതം കാണുകയെന്ന് തെറ്റിദ്ധരിച്ച് കാണുന്ന ഒരു പ്രേക്ഷകൻ മറ്റെന്തോ കഥ നടക്കുമ്പോൾ നളനും ദമയന്തിയും ഇവിടെ വന്നതൊക്കെ മനസ്സിലായി. ഇവിടെ ഇതിൽ കോഴിയുടെ ആവശ്യം എന്തായിരുന്നു എന്ന് മനസ്സിലായില്ല എന്ന് ഗ്രാമ്യമായൊരു തമാശ പറഞ്ഞിരുന്നു. പക്ഷേ ഒന്ന് കടന്ന് ചിന്തിച്ചാൽ നമ്മളൊക്കെ ഈ പറയുന്ന നളനെയും ദമയന്തിയും തിരിച്ചറിയാത്തവരാണ്. ആസ്വാദക വൃന്ദത്തിൽ പലരും തീർന്നില്ല. പ്രയോക്താക്കൾക്ക് വരെ ഇനിയും എത്രയോ താഴേക്ക് പഠിക്കാനിരിക്കുന്നു അവരെ എന്ന ഒരു ചിന്ത. 2, എന്താണ് ഈ പക്ഷിയുടെ ഇവിടുത്തെ സ്ഥാനം എന്ന് കളിയാക്കി ചോദിച്ച ആ അറിയാത്തവരുടെ ചിന്തയെ അറിഞ്ഞു കാണുന്നു എന്ന് അഭിമാനിക്കുന്നവരുടെ കയ്യിലേക്ക് വരുമ്പോഴോ കഥാപാത്ര വൈവിധ്യം വളരെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ് നളചരിതം എന്നതുകൊണ്ട് തന്നെ മനുഷ്യരല്ലാത്ത കഥാപാത്രങ്ങളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെ ഇതിലുണ്ട്. അതിൽ ഈ പറയുന്ന ഹംസത്തിൻ്റെ കാര്യത്തിലായാലും കാർക്കോടകൻ്റെ കാര്യത്തിലായാലും അതല്ല ഇനി സാങ്കല്പികമായി കലി എന്ന ആരെക്കൊണ്ടും പറ്റാത്ത തരത്തിലൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ച ഉണ്ണായി വാര്യരുടെ സമീപനമായാലും ഇതൊക്കെ അറിയാൻ ബാക്കിയുള്ള ഒരവസ്ഥ നിൽക്കുമ്പോൾ ഇതിന് ഇപ്പം ഈ കൊടുത്തിട്ടുള്ള ഒരു ടോപ്പിക്കിൻ്റെ താഴെ നിന്നുകൊണ്ട് കാണുക എന്നൊരു ധർമ്മം ഇവിടെ ആലോചിക്കുന്നു. അതിൽ ആദ്യമായിട്ട് അതൊരു സൂചന തന്നതുകൊണ്ട് മാത്രം വേണുമാഷം തുടങ്ങി വയ്ക്കുകയാണ്. അദ്ദേഹം നമുക്ക് ഈ ചർച്ച ചെയ്യാൻ അഥവാ ഇതിൻ്റെ ബാക്കി പത്രമായിട്ട് ഇതിൻ്റെ ഫലമായി വരേണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉണ്ണായി വാര്യരെ കുറിച്ച് കൂടി ഒരു സൂചന തന്നുകൊണ്ട് ഇത് തുടങ്ങി വയ്ക്കും. അതിനായിട്ട് വേണുമാഷ്ക്ക് മൈക്ക് കൈമാറുന്നു. നമസ്കാരം. ഒരു കൃതി ചർച്ച ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും കർത്താവിനെ കൂടി ചിന്തിക്കേണ്ടതാണ്. നളചരിതം ചർച്ച ചെയ്യുമ്പോൾ അത് ടെക്സ്റ്റ് ആണെങ്കിലും രംഗഭാഷ്യമാണെങ്കിലും ഉണ്ണായി വാര്യരെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം. ഉണ്ണായി വാര്യർ നളചരിതം ആട്ടക്കഥ എഴുതാൻ ഇടയായ സാഹചര്യവും അറിഞ്ഞിരിക്കണം. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം? പാരമ്പര്യം എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഉൾക്കൊണ്ട കഥകളി അറിവ് എന്തായിരുന്നു? കൊട്ടാരക്കര തമ്പുരാൻ എഴുതിയ രാമായണം ആട്ടക്കഥകൾ അത് ഏകദേശം 80 വർഷത്തോളം അരങ്ങുവാണ് തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലുമൊക്കെ വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റൊരു ആവിർഭാവം ഉണ്ടാവുന്നത്. കണ്ടുമടുത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ കോട്ടയത്ത് തമ്പുരാൻ രാമായണ കഥകൾക്ക് ശേഷം അടുത്ത ഇതിഹാസമായ മഹാഭാരതത്തിലെ വനവാസത്തെ ആസ്പദമാക്കിയ 4 ആട്ടക്കഥകൾ രചിച്ചത്. ആദ്യ കഥയിൽ ഈശ്വരന്മാരുടെ കഥയാണെങ്കിൽ രണ്ടാമത്തെ കഥ ഈശ്വരന്മാരെ പിന്നിൽ നിർത്തി മനുഷ്യരുടെ പ്രയത്നത്തിൻ്റെ കഥയാണ്. തുടർന്ന് മൂന്നാമത്തെ വിരല് മടക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ണായി വാര്യർ എന്ന പേരായിരിക്കണം. അതിന് തക്കതായ കാരണമുണ്ട്. ഉണ്ണായി വാര്യർ വളരെ ചെറുപ്രായത്തിൽ തന്നെ സാഹിത്യവുമായി ബന്ധപ്പെട്ടിരുന്നു. ചില ചെറിയ ശ്ലോകങ്ങളിൽ ഇരിങ്ങാലക്കുട കുലീബനി
കൂടൽമാണിക്യം എന്നീ വാക്കുകൾ വരുന്ന രീതിയിലുള്ള ശ്ലോകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. തുടർന്ന് അദ്ദേഹം കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴകക്കാരനായിരുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാന ഉപാസനാമൂർത്തിയായ കൂടൽമാണിക്യ സ്വാമിക്ക് ഗുരുവായൂരപ്പന് ഭാഗവതസാരമായ നാരായണീയമുണ്ടെങ്കിൽ കൂടൽമാണിക്യ സ്വാമിക്ക് സ്വന്തമായ ഒരു രാമായണം ഉണ്ടാകണമെന്ന ചിന്തയോടുകൂടി 532 ശ്ലോകങ്ങളിലായി രാമായണ കഥ അദ്ദേഹം ആവിഷ്കരിച്ചു. 532-ൽ 465 ശ്ലോകം കൊണ്ട് രാമായണം കഴിയുകയും ബാക്കി ശ്ലോകങ്ങൾ കൊണ്ട് അദ്ദേഹം കൂടൽമാണിക്യ സ്വാമിയെ സ്തുതിക്കുകയുമാണ് ചെയ്തത്. അത് ശുദ്ധ സംസ്കൃതത്തിലുള്ള ഒരു സ്തോത്രകാവ്യമാണ്. പ്രത്യേകത 25 വൃത്തങ്ങൾ അവരോഹണ ആരോഹണ ക്രമത്തിൽ, അതായത് 1-ാമത്തെയും 50-ാമത്തെയും ദശകം ഒരേ വൃത്തത്തിലായിരിക്കും, 25-ഉം 26-ഉം വൃത്തങ്ങൾ ഒരേ വൃത്തത്തിലായിരിക്കും. അതിനെ നടുക്ക് ബന്ധിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നടുക്ക് ബന്ധിപ്പിക്കുന്നത് ഭഗവാനെയായിരിക്കും. അപ്പോൾ 50 താമര കൊണ്ട് അല്ലെങ്കിൽ 50 അക്ഷരം കൊണ്ട് അദ്ദേഹം ഒരു അക്ഷയമായ ഒരു താമരമാല ഭഗവാന് സമർപ്പിച്ചു. അത് ശുദ്ധമായ സംസ്കൃതത്തിലാണെങ്കിൽ തുടർന്ന് അദ്ദേഹം ചെയ്തത് ഒരു രാമായണം പോലത്തെ ഒരു ഇതിഹാസം, 24,000 ശ്ലോകം എങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞ രാമായണത്തെ 465-ലേക്ക് ആറ്റിക്കുറുക്കിയ അദ്ദേഹം പാർവതി സ്വയംവരം എന്ന കഥ 3000-ൽ പരം വരികളിലൂടെയാണ് അവതരിപ്പിച്ചത്. അതാണ് ഗിരിജാ കല്യാണം എന്ന ഗീതപ്രബന്ധം. ഈ 2 കൃതികൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തെ വ്യക്തമാക്കുന്നു. ഇപ്പോൾ ട്രഡീഷൻ, ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്നുള്ള രണ്ടും ചേർന്നതിന് ശേഷമാണ് അദ്ദേഹം നളചരിതം രചിക്കാൻ തയ്യാറാകുന്നത്. അതിന് അദ്ദേഹം ഏത് ഗ്രന്ഥത്തെ ആസ്പദമാക്കി എന്ന് ചിന്തിക്കുമ്പോൾ ഒന്ന് രാമായണമാണ് എടുത്തതെങ്കിൽ അടുത്ത മഹാഭാരതം. വ്യാസൻ്റെ വ്യാസം അളക്കാൻ സാധിക്കാത്ത മാനസിക ചിന്തകളുടെ പ്രതിഫലനം സ്വയം പകർത്താൻ പറ്റാതെ ഗണപതിയെ കൊണ്ടാണ് മഹാഭാരതം എഴുതിച്ചിട്ടുള്ളത്. ആ മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ 52 മുതൽ 78 വരെയുള്ള അധ്യായങ്ങളിലാണ് നളോപാഖ്യാനം നടത്തുന്നത്. ആ നളോപാഖ്യാനമാണ് ഇദ്ദേഹം തൻ്റെ നളചരിതത്തിൻ്റെ മാതൃകയായിട്ട് സ്വീകരിച്ചത്. എന്നാൽ അത് വെറുതെ പകർത്തുകയായിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ള നളനെ അദ്ദേഹം ഒന്നുകൂടി മഹത്വവൽക്കരിക്കുകയാണ് ചെയ്തത്. ഒരു ഉദാഹരണം, മഹാഭാരതത്തിലെ നളോപാഖ്യാനത്തിൽ നാരദൻ എന്ന കഥാപാത്രമില്ല. അപ്പോൾ ഒരു സാധാരണ വഴിയാത്രക്കാർ പറഞ്ഞു പോകുന്നത് കേട്ടിട്ട് ഒരു രാജാവിന് ഒരു രാജകുമാരിയിൽ പ്രേമമുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായൊരു കാര്യം, മ്ലേച്ഛമായൊരു കാര്യമാണ്. നളചരിതത്തിലേക്ക് എത്തിയപ്പോൾ നാരദൻ പറയുന്നത് സ്ത്രീരത്നമായ അവളെ നീ നേടണം എന്ന് പറയുമ്പോൾ അവിടെ നളൻ ചെയ്യുന്നത് ഒരു ത്രിലോക സഞ്ചാരി, ത്രിലോകജ്ഞാനിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ വാക്കിനെ മാനിക്കുകയാണ്. ഈ രീതിയിലാണ് നളചരിതത്തിൽ അദ്ദേഹം പാത്രസൃഷ്ടി നിർവഹിച്ചത്. ഇത് സ്വാദറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്തരം കഥാപാത്ര സൃഷ്ടിയോടുകൂടി ഒരു ആട്ടക്കഥ രംഗത്ത് എത്തിക്കുമ്പോൾ, അതിൻ്റെ രംഗഭാഷ്യമൊരുക്കുമ്പോൾ പല വിധത്തിലുള്ള കുറവുകൾ ഉണ്ടാകും, ഉണ്ട്. അത് കുറേശ്ശെ കുറഞ്ഞും കൂടിയുമിരിക്കുന്നു എന്നുള്ള വസ്തുത സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ നളചരിതത്തിൻ്റെ കർത്താവിനെ ഒന്ന് പരിചയപ്പെടുത്തി മൈക്ക് ഞാൻ തിരിച്ചേൽപ്പിക്കുകയാണ്. തുടങ്ങി വയ്ക്കാൻ ഉറപ്പായും അത് അത്യാവശ്യമാണ്. മാഷ് തന്നെ രണ്ടാമത് നമ്മുടെ വിഷയത്തിനെ
കൂടി ബന്ധിപ്പിച്ചൊരു പ്രാവശ്യം കൂടി ഇതിലേക്ക് തിരിച്ചു വരും. രണ്ടാമതായി ശ്രീ ഉണ്ണികൃഷ്ണൻ അവർകൾ ആണ് സംസാരിക്കുന്നത്. ഈ വിഷയത്തിന് ഏറ്റവും ആധികാരികമായിട്ട് അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. കാരണം കാഴ്ചശീലത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇന്നത്തെ വിഷയം തന്നെ. ഈ ആട്ടക്കഥയെയും അരങ്ങിനെയും പ്രേക്ഷകൻ്റെ ഒരു ദൃഷ്ടിയിൽ എന്ന ചിന്ത വരുമ്പോൾ പ്രേക്ഷകന് തന്നെയാണ് ഏറ്റവും പ്രധാനം. ആ ഒരു തരത്തിൽ നേരത്തെ അനിയേട്ടൻ സൂചിപ്പിച്ച മാതിരി ഒരു കാലഘട്ടത്തിൻ്റെ ഒരു കാഴ്ചക്കാരൻ തന്നെയാണ് അദ്ദേഹത്തിന് മൈക്ക് കൈമാറും. നമസ്കാരം. അനിയേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഒരു 50 വർഷം മുമ്പ് തന്നെ കഥകളി കാണാൻ എവിടെയാണ് കഥകളി ഉള്ളതെങ്കിൽ അവിടെയൊക്കെ അന്വേഷിച്ച് പോയി കാണാനുള്ളൊരു അവസരം സിദ്ധിച്ചതുകൊണ്ട് ആണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഈ വേദിയിൽ അല്പനേരം ഇരിക്കാൻ ഉള്ള അവസരം തന്നത്. അതിൽ ഇരിങ്ങാലക്കുട കഥകളി ക്ലബിൻ്റെ എന്നോടുള്ള എൻ്റെ നിസ്സീമമായ നന്ദി കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാമെന്ന് കരുതുന്നു. നളചരിതം കഥകളി കാണാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ നളചരിതത്തോട് പ്രത്യേകിച്ചുള്ളൊരു ആഭിമുഖ്യം അഥവാ ഒരു അഭിനിവേശം എനിക്ക് ഉണ്ടായിരുന്നു. അതിനു മുമ്പായിട്ട് അതിന് കാരണം ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ നളയുടെ 1-ാം ദിവസത്തിലെ ഒരു ഭാഗം ദമയന്തി ഹംസമൊക്കെയുള്ള അരംഗം പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനുമുമ്പ് കഥകളി കണ്ടിട്ടില്ല. പക്ഷേ ഈ ഭാഗം ഇത് ശരിക്കും ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല ഇത് കാണാപാഠമായി. അത് എനിക്ക് ആലോചിച്ച് നോക്കുമ്പോൾ ഉണ്ണായി വാര്യരുടെ ആ കവിത്വ സിദ്ധി, ആ ഭാഷ, കവികൾ 2 വാക്ക് കൂടിച്ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന മൂന്നാമതൊരു വാക്കല്ല, ഒരു നക്ഷത്രമാണെന്ന് പറയും. അഥവാ ചേരുള്ള ചൊല്ലാണ് കവിത എന്ന്. ഈ പ്രസ്താവത്തെ, ഈ വാക്യത്തെ അടിവര ചാർത്തിക്കൊണ്ടുള്ള ഒരു സാരസ്വതമാണ് ഉണ്ണായി വാര്യരുടെ എന്ന് എനിക്ക് അന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. അതിനുശേഷം നളചരിതം എവിടെയൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ കാണാൻ അവസരം കിട്ടുന്നവർക്കൊക്കെ പോവുക എന്നതൊരു ശീലമായി. അന്ന് മുതൽ തന്നെ ഇരിങ്ങാലക്കുട കഥകളി ക്ലബിൻ്റെ കളികൾക്ക് വരാൻ തുടങ്ങി. ഞാൻ ആദ്യമായിട്ട് നളചരിതം കാണുന്നത് ഗോപിയാശാൻ്റെ നളചരിതം 2-ാം ദിവസമാണ്. അത് പഴയ കലാമണ്ഡലത്തിൽ വെച്ചാണ്. അന്ന് ഗോപിയാശാൻ ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ അന്വേഷിച്ച് പിടിച്ച് ചെന്നപ്പോൾ അവിടെ കഥ തുടങ്ങിയിരുന്നു, ശ്ലോകം കഴിഞ്ഞു. എന്നിട്ട് ഓടിപ്പടഞ്ഞ് ചെന്നപ്പോഴാണ് നളചരിതം ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചത് ആരാന്ന് വെച്ചപ്പോൾ അത് ഗോപിയാശാനാണെന്ന് പറഞ്ഞത്. ആ വിസ്മയം എനിക്ക് ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയാം. അതിനുശേഷം നളചരിതം 4-ാം ദിവസം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ കഥകളി ക്ലബിൻ്റെ വേദിയിൽ തന്നെയാണ്. യശസ്വരീനായ പള്ളിപ്പുറം ഗോപാലനാരാശാനാണ് ആ ബാഹുവർ വേഷം ചെയ്തത്. അദ്ദേഹത്തിനാണ് എനിക്ക് ആദ്യമായിട്ട് കാണാൻ അവസരം കിട്ടിയത്. ഞാൻ പറഞ്ഞു വരുന്നത് നളചരിതത്തോടുള്ള ഈ ഇഷ്ടം, ഈ അഭിനിവേശം അന്ന് മുതൽ ഈ 50 വർഷം ശേഷം എന്നിൽ ഇപ്പോഴും വർദ്ധിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു കുറവ് വന്നിട്ടില്ല എന്ന് പറയാൻ കൂടിയിട്ടാണത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റ് കഥകളൊക്കെ ധാരാളമുണ്ട്. പല പല ഗുണങ്ങളുണ്ട്. തമ്പിയുടെ കഥകളുണ്ട്, അതിനുമുമ്പ് കോട്ടയത്തിൻ്റെ കഥകളുണ്ട്, കൊട്ടാരക്കര തമ്പുരാൻ്റെ കഥകളുണ്ട്. കൊട്ടാരക്കര തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 8 കഥകൾ എഴുതി. പക്ഷേ നമ്മൾ കാണുന്നത് 1-1.5 കഥയാണ്. മറ്റ് കഥകൾ നമ്മൾ കാണാൻ അവസരം കിട്ടിയിട്ടില്ല. വിജയനാഭിഷേകം തുടങ്ങിയ കഥകളൊക്കെ ഈ ഭാഗത്തൊന്നും ഇല്ല. ബാലിവധമുണ്ട്, പിന്നെ ഒരു കഥ സീതാസമരം അടുത്ത്, ഇത്രയൊക്കെ ഉള്ളൂ. തോന്നവിധം ചില ഭാഗങ്ങളുണ്ടെന്ന്. പക്ഷെ ബാക്കി 5 കഥകളുടെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ അവസരം കിട്ടിയിട്ടില്ല. തമ്പിയുടെ 3 കഥകളുണ്ട്. തമ്പിയുടെ 3 കഥകളും ഇന്നും കാണുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നോക്കുമ്പോഴും ഉണ്ണായി വാര്യരെ സംബന്ധിച്ച് നളചരിതം 4 ദിവസത്തെ കഥ, ഇതിന് സമാനതകളില്ല. വേറൊരു ആട്ടക്കഥ ഈ രൂപത്തിലില്ല. ഈ 4 കഥയും ഇപ്പോഴും അത് അന്ന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്നാണ് ഇത് ഉണ്ണായി വാര്യർക്ക് 2-ാം ദിവസം ഒരു ഭാഗം മാത്രമേ കാണാൻ അവസരം കിട്ടിയിട്ടുണ്ടാവുള്ളൂ.
അദ്ദേഹത്തിന് കഴിവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ദാരിദ്ര്യം മുഖത്ത് കിടന്നു. അദ്ദേഹത്തെ വേണു പറഞ്ഞ കടകവൃത്തിയായിരുന്നല്ലോ, ദാരിദ്ര്യം പഠിക്കുന്നു. അപ്പോൾ അന്നൊക്കെ തിരുവനന്തപുരത്ത് വെച്ചിട്ട് അദ്ദേഹത്തിന് ഈ ആട്ടക്കഥ ഏതെങ്കിലും കാണാൻ അവസരം കിട്ടിയിട്ടുണ്ടാവുമെന്ന്, അത് ചരിത്രം അത്ര തെളിവൊന്നുമില്ല, നമുക്ക് അങ്ങനെ ഊഹിക്കാം. പക്ഷേ അതിന് ശേഷം പിൽക്കാലത്ത് എപ്പോഴൊക്കെയോ പല ഘട്ടങ്ങളിലായി ഈ നളചരിതം സമ്പൂർണ്ണമായിട്ട് 4 ദിവസ കഥയും കളിക്കാൻ തുടങ്ങി. പിന്നെ തെക്കുന്ന് ഇവിടേക്ക് വന്നു, കേരളം ഒട്ടാകെ അത് വ്യാപിച്ചു. ഇത് എന്തുകൊണ്ടാണ് ഇത് ആദ്യകാലത്ത് എന്തുകൊണ്ടാണ് രംഗപ്രയോഗാർഹത കുറവാണെന്ന് പറയാൻ കാരണം വെച്ചാൽ കവി അതുപോലെ സംഗീതകാരനും കൂടിയാണ്, ആട്ടക്കഥാകൃത്തും ഒക്കെയാണ്. പക്ഷേ ഈ കവി മുൻപിൽ നിൽക്കുകയാണ്. നാടകീയമായിട്ടുള്ളൊരു മഹാകാവ്യമാണെന്ന് നളചരിതത്തെക്കുറിച്ച് പറയാം, ഒരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹം അക്കാലം പ്രവർത്തിച്ച മണ്ഡലം ആട്ടക്കഥയായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. പല ആട്ടക്കഥകൾ പലതരം വേണു പറഞ്ഞു ദൈവത്തെ ആസ്പദമാക്കിയുള്ള കഥകളുണ്ടായി. കോട്ടയം തമ്പുരാൻ 4 കഥകൾ മനുഷ്യരുടെ കഥകളാണ് എഴുതിയത്. ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഉണ്ണായി വാര്യർ നളചരിതം എഴുതിയത്. അദ്ദേഹം ദൈവത്തിൻ്റെ കഥയൊന്നുമല്ല ഉദ്ദേശിച്ചിട്ടില്ല, മനുഷ്യൻ്റെ കഥയാണ്. മനുഷ്യരുടെ ധർമ്മസങ്കടങ്ങൾ അതൊക്കെ ഇത്തരം ഘട്ടങ്ങളിൽ കൂടി കടന്നുമ്പോൾ മനുഷ്യനുണ്ടാവുന്ന എന്തൊക്കെയാണ്, മനുഷ്യ മനസ്സിനെ ഇതിൻ്റെ അഗാധ തലങ്ങളിൽ വർദ്ധിക്കുന്ന വിചാര വികാരങ്ങളൊക്കെ എങ്ങനെയൊക്കെ ആവിഷ്കരിക്കാം, കവിതയിലൂടെ ആവിഷ്കരിക്കാം എന്നതാണ് അദ്ദേഹത്തിൻ്റെ രീതിയിൽ രചനാതന്ത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതാണ്. അപ്പോൾ എന്തുകൊണ്ട് വെച്ചാൽ ഈ കഥകളിക്ക് ഒരു വേദിയുണ്ട്, രംഗവേദിയുണ്ട്, തിയേറ്ററുണ്ട്. ഈ തിയേറ്ററിന് ചില പരിമിതികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ പരിമിതികളൊക്കെ ഉല്ലംഘിച്ചുകൊണ്ട് തന്നെ ഇത്രയും കാലം നളചരിതം നിലനിൽക്കാൻ കാരണം ഈ കവിയുടെ അസാമാന്യമായ പ്രതിഭാവിശേഷം കൊണ്ടാണ്. അത് ഈ നാടകീയ മുഹൂർത്തങ്ങൾ ധാരാളമുണ്ട്. അതൊക്കെ ഇത് സംഗീതത്തിൻ്റെ ചിറകുകളിലൂടെ, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. തമ്പിക്ക് ശേഷം, അല്ലെങ്കിൽ തമ്പിയോടൊപ്പം തന്നെ പറയാം, സംഗീത ഗുണം ഇത്രമാത്രം ഉള്ള ഒരു ആട്ടക്കഥ സമുച്ചയം മറ്റൊന്നും ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം വാഗ്ഗേയകാരനായിരുന്നു. ശ്രീഭാരതം അല്ല സോറി അത് അദ്ദേഹം തിരുവനന്തപുരത്തുള്ള പിന്നെ നമുക്കറിയാം. അദ്ദേഹം കുറേ സംസ്കൃതത്തിലും ഇതൊക്കെ കൃതികൾ രചിച്ചിട്ടുണ്ട്, പദങ്ങൾ രചിച്ചിട്ടുണ്ട്. ഉണ്ണായി അങ്ങനെ ചെയ്തിട്ടുണ്ടോ നമുക്ക് അറിയുന്നില്ല. അദ്ദേഹം നളചരിതത്തിലാണ് മുഴുവൻ. വേണു പറഞ്ഞു ഇല്ലേ ഗിരിജാ കല്യാണം ഗീതപ്രബന്ധമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് തർക്കരഹിതമായിട്ട് സമർത്ഥിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയില്ല. ഞാൻ നേരത്തെ മായോട് സംസാരിച്ചു. തർക്കരഹിതമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം, നളചരിതം രചിച്ചത് ഉണ്ണായി വാര്യരാണ്, അത് മറ്റാരുമല്ല. അതിൻ്റെ പേരിനെ കുറിച്ചൊക്കെ സംശയമുണ്ട്. ഉണ്ണായി തന്നെയാണോ വേറൊന്നാണോ? അദ്ദേഹം അത് അകത്തൂട്ട് വാര്യത്താന്ന് പറയുന്നുണ്ട്. ഇന്ന് അകത്തൂട്ട് വാരി ഇല്ല. പിൽക്കാലത്ത് അത് വടക്കേ വാര്യത്തേക്കാട്ട് മാറിയിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും ഇരിഞ്ഞാലക്കുടയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം സംശയമൊന്നുമില്ല, വേറെ എവിടെയാണെന്ന് ആരും പറയുന്നില്ല. അതുകൊണ്ട് നളചരിത കർത്തൃത്വമാണ് അദ്ദേഹത്തിന് നമുക്ക് സർവസമ്മതമായിട്ട് അംഗീകരിച്ചു കൊടുക്കാവുന്ന ഒരു കാര്യം. അപ്പോൾ എനിക്ക് പറയുന്നത് മറ്റ് കഥകളൊക്കെ രംഗപ്രയോഗാർഹതയുണ്ട്. ഇപ്പോൾ തമ്പിയുടെ കഥകൾ പറഞ്ഞ പോലെ സംഗീതാത്മകത കൂടുതലുണ്ട്. നളചരിതത്തിന് ഇതിനുണ്ടെന്ന് മാത്രമല്ല, ഇതിനേക്കാൾ അപ്പുറത്ത് വായനാമുറിയിൽ ഇന്ന് വായിച്ച് രസിക്കാവുന്ന ഒരു കഥ കൂടിയാണത്. എൻ്റെ അനുഭവത്തിൽ മറ്റ് കഥകളൊക്കെ വായിച്ച് രസിക്കാൻ പറ്റിയൊരു കഥകളാണോ സംശയമാണ്. പഠിപ്പിക്കാൻ പറ്റിയായിരിക്കും ശരിക്കാം, ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു റെഫറൻസിനൊക്കെ ഉപയോഗിക്കാം. പക്ഷെ അരങ്ങത്ത് കാണുമ്പോഴാണ് നമുക്കത് രസനീയത വരുന്നത്. പക്ഷേ നളചരിതം അങ്ങനെയല്ല. അത് എപ്പോഴും വീണ്ടും നമുക്ക് ഓർത്തെടുക്കാനും പിന്നെ അർത്ഥതലങ്ങൾ അത് അറിഞ്ഞ് കണ്ടെത്താനും ഒക്കെ നമുക്ക് ഇപ്പോൾ അവസരം നൽകുന്നുണ്ട്. അതാണ് നളചരിതത്തിൻ്റെ ഏറ്റവും വലിയ, ഇത് മറ്റെല്ലാ ആട്ടക്കഥകളെയും അതിവർത്തിക്കുന്ന ഒരു ഗുണവിശേഷം അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് അവസാനിപ്പിക്കാം. മൈക്ക് മോഡറേറ്റർ. ഒരു വലിയ അടയാളപ്പെടുത്തലാണ് ഇപ്പോൾ ആദ്യം ശിവകൃഷ്ണൻ അവർ നടത്തിയത്. എവിടെയാണ് ആസ്വാദകൻ ഇതിനോട് അടുക്കുന്നത്? ഒന്ന്,
മറ്റു കഥകളെ പോലെ എൻ്റെ സാഹിത്യം ഈ ഉപയോഗത്തിനല്ലാണ്ട് മറ്റൊന്നിനും വയ്യ എന്നുള്ള തരമല്ല. സാഹിത്യ ഗുണം വായിച്ചാസ്വദിക്കാനുള്ള അവസരം ഒന്ന് കെടുക്കണു. പിന്നെ ഇത് കാണാൻ തുടങ്ങുന്നവരെ കഥകളിയുടെ ശരിയായ ആ എല്ലാ ഗുണങ്ങൾക്ക് അപ്പുറത്തേക്ക് സംഗീതം കൊണ്ടുപോകുന്ന ആ ഒരു ഗുണം ഒരുപാട് പ്രേക്ഷകരെ അതിലേക്ക് ആകർഷിക്കുന്നതായിട്ടും അദ്ദേഹം പറയണം. അപ്പോൾ ആട്ടക്കഥയും അരങ്ങും എന്തുകൊണ്ട് നളചരിതത്തെ പ്രേക്ഷകൻ വല്ലാതെ സ്വീകരിക്കുന്നു എന്നതിനൊരു ഒന്നാം മറുപടി ഭംഗിയായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു. അടുത്തതായി മായ നെല്ലിയോടിന് കൈമാറുന്നു. ഓരോ കഥകളിയുടെ കാലചരിത്രത്തിങ്ങനെ ഓരോന്ന് സംഭാവന ചെയ്ത ഒരുപാട് മഹത്തുക്കളുടെ പേരുകൾ നമ്മൾ ഓർക്കും. അടുത്ത കാലത്തേക്ക് വരുമ്പോൾ ചുട്ടി, കടലാസ് ചുട്ടിയായ ആളെ, അങ്ങനെ ഓരോന്നും നമ്മൾ ഓർക്കും. അക്കൂട്ടത്തിൽ ഒരു പാണ്ഡിത്യം, പുരാണ പാണ്ഡിത്യം കൂടി അത്യാവശ്യമാണ് ഒരു കഥകളി നടന് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ജീവിതകാലം മുഴുവൻ കൂടെയുള്ളവർക്കൊക്കെ, അതിപ്പോൾ അദ്ദേഹത്തിനേക്കാൾ മുതിർന്ന ആൾക്കാർക്കടക്കം അത് ഉണ്ടാക്കി സമ്പാദിച്ച് അവസരം കാണിച്ചു കൊടുത്ത് എങ്ങനെ വേണമെന്നും കൂടി ബോധ്യപ്പെടുത്തിയ ഒരു മഹാനടൻ കൂടിയാണ് നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിയാശാൻ. അദ്ദേഹത്തിൻ്റെ മകളാണ്. ഈ ഒരു വിഷയത്തിലേക്ക് എത്തി നോക്കാൻ അവരെ ആത്മാർത്ഥമായിട്ട് ക്ഷണിക്കണം. ഏവർക്കും നമസ്കാരം. ഇങ്ങനെ നളചരിതത്തെക്കുറിച്ച് നളചരിത കർത്താവിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് 2 വാക്ക് പറയാനായിട്ടുള്ള ഒരു അവസരം രമേശേട്ടൻ തന്ന അദ്ദേഹത്തിന് ആദ്യം ഞാൻ നല്ലൊരു നമസ്കാരം പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ തുടങ്ങുകയാണ്. എന്നെ ഈ വേദിയിലേക്ക് ഇരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇവിടെ ഈ മഹാത്തുക്കളുടെയൊക്കെ കൂടെ ഇരിക്കാനായിട്ട് ഉള്ള ഒരു സാധ്യത എനിക്ക് ലഭിച്ചത് എൻ്റെ മൺമറഞ്ഞു പോയ എൻ്റെ അച്ഛൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ പേര്, അതായത് വാല് ഇല്ലാതെ നെല്ലിയോട് എന്നില്ല ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ ഒരു വേദിയിൽ ഇരിക്കാൻ അർഹത നേടിയിട്ടുള്ളത് എന്ന് ആദ്യം ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഇപ്പോൾ നളചരിതത്തിൻ്റെ സാങ്കേതികതകളെക്കുറിച്ച് ആണ്. അതുപോലെ ഉണ്ണായി വാര്യർ എന്ന മഹാപ്രതിഭ ആരാണെന്ന് വേണു സാറ് പറഞ്ഞു. മുരളിമാഷ് അതിനെല്ലാം ക്രോഡീകരിച്ച് പറഞ്ഞു. ഉണ്ണിശേട്ടനാണെങ്കിൽ നളചരിതത്തിൻ്റെ പ്രത്യേകതകൾ ആസ്വാദന തലത്തിൽ എങ്ങനെ എന്നും പറഞ്ഞു. അത് ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കഥകളി എന്നുള്ളത്, കഥയെ കളിക്കുക എന്ന് പറയുമ്പോൾ കഥകളിക്ക് ചേർന്നതൊന്നും തന്നെ ശരിക്കു പറഞ്ഞാൽ നളചരിതത്തിന് ഇല്ല എന്ന് തന്നെ ഒരു കലാകാരി, എളിയ കലാകാരി എന്നുള്ള നിലയിൽ പറയേണ്ടി വരും. എന്നാൽ കൽക്കണ്ടം പോലെ, കൽക്കണ്ടത്തിന് എവിടെ ഇട്ടാലും മധുരം എന്ന പോലെ, വെള്ളത്തിൽ ചേർത്താലും വെറുതെ തിന്നാലും ഒക്കെ മധുരം ഉള്ളതുപോലെയാണ് നളചരിതത്തിൻ്റെ അവസ്ഥ. ഒരു നാടകം അല്ലെങ്കിൽ ഒരു തിയേറ്റർ ആവുമ്പോൾ അതിന് ചില ലക്ഷണങ്ങൾ, ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പാലിക്കാത്ത ഒരു കഥയാണ് ശരിക്കു പറഞ്ഞാൽ ഈ നളചരിതം എന്ന് കഥകളിയെ സംബന്ധിച്ചിടത്തോളം ആണ് പറയുന്നത്. ഇപ്പോൾ രാമനാട്ടത്തെ, പിന്നീട് രാമനാട്ടത്തിന് ശേഷം വന്ന ഈ രാമകഥകളെ കൊട്ടാരക്കര തമ്പുരാൻ ക്രോഡീകരിച്ചിട്ടുള്ള കഥകൾ, അതുപോലെ തന്നെ അത് വളരെ ഒരു ഈസി ഗോയിങ് എന്ന് പറയാം, വളരെ കഠിനമല്ലാത്ത സംസ്കൃത പദങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് അരങ്ങത്ത് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. എന്നാൽ വളരെ ജടിലമായ സംസ്കൃത പദങ്ങൾ കൊണ്ട് നിരത്തി വച്ചിട്ടുള്ള ഒരു അരങ്ങ് അനുഭവമാണ് കോട്ടയം കഥകളിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്നത്. ശരിക്കും കോട്ടം തീർന്ന കോട്ടയം കഥ എന്ന് പറയുമ്പോൾ കഥകളിയുടെ പൂർണ്ണത അവിടെ ശരിക്കും വന്നു കഴിഞ്ഞു. എന്നാൽ ഇതൊന്നുമില്ലെങ്കിലും നളചരിതത്തിന്, ഈ കഥകളി എന്ന ഈ വിശ്വകലയിൽ ഏറ്റവും അധികം പ്രസക്തി നേടിക്കൊടുത്തത് അതിൻ്റെ സാഹിത്യത്തിൻ്റെയോ സംഗീതത്തിൻ്റെയോ ഒന്നും പ്രത്യേകതയാവാൻ ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത്. അത് കലാകാരന്മാർ അതിനെ മനസ്സിലാക്കി അനുഭവിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നളചരിതത്തിന്
ഇന്ന് കാണുന്ന ഒരു പോപ്പുലാരിറ്റി ലഭിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. കാരണം ഈ ഉണ്ണായി വാര്യർ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇതിന് ഇത്രയധികം ഒരു റീച്ച്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇത്രയധികം ഒരു റീച്ച് കിട്ടും എന്ന് അദ്ദേഹം പോലും നേരത്തെ വേണുസാറ് പറഞ്ഞു. അദ്ദേഹം എല്ലാ കഥകളും കണ്ടിട്ടുണ്ടാവില്ല, ഈ 4 ദിവസം എഴുതിയ ഈ 4 ഭാഗവും കണ്ടിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് തന്നെ പറയാം. ഞാനിപ്പോൾ ചെറിയ ഒരു ആവശ്യത്തിന് വേണ്ടി കുറച്ച് പുസ്തകങ്ങൾ റെഫർ ചെയ്തപ്പോൾ വേറെ ഒരു സ്ഥലത്തും ഇപ്പം മഹാഭാരതത്തിൽ നളോപാഖ്യാനം എന്ന വനപർവ്വത്തിൽ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് നളകഥയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. മറ്റൊരു കലാരൂപങ്ങളിലും തന്നെയും വളരെ വിരളമായിട്ടാണ് ഈ നളൻ്റെ കഥകളെക്കുറിച്ച് പറയുന്നത്. അതുതന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഒരു വിവാഹം വരെ, ഇപ്പോൾ വിവാഹത്തോടു കൂടി ആ വ്യാഖ്യാനങ്ങൾ പൊതുവെ അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. കഥകളിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. വളരെ വിപുലമായി നമുക്ക് ഓരോ ദിവസങ്ങളെയും എടുത്തു നോക്കുമ്പോൾ അതിന് ഒന്നും തന്നെ മാറ്റിവെക്കാൻ പാകത്തിനില്ല. സാഹിത്യത്തിൽ അല്ലെങ്കിൽ കഥകളിക്ക് വേണ്ടിയല്ല എന്നൊരിക്കലും നമുക്കത് തോന്നില്ല. അത് കഥകളിക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. മറ്റ് കലകളിൽ ഈ ഒരു നളൻ്റെ കഥയെ ഇത്രയധികം വിസ്തരിച്ച് കാണുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ ഇന്ന് നമ്മൾ കണ്ടു, തുള്ളൽ കണ്ടു. അതിലും ഹംസം വന്നു, അരയന്നൻ ദമയന്തിയുമായി സംവദിച്ചു, നളവിവാഹം വരെ കുഞ്ചൻ നമ്പ്യാരുടെ പുസ്തകത്തിലും അല്ലെങ്കിൽ വളരെ വിപുലമായിട്ട് വിസ്തരിച്ചു പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗം ഇപ്പം നമ്മൾ കഥകളിയിൽ 3-ാം ദിവസം 4-ാം ദിവസം എന്നൊക്കെ പറയുന്ന ഭാഗമൊക്കെ വെറുതെ ഇങ്ങനെ വായിച്ചു പോയ അവസ്ഥയിലേ ഉള്ളൂ. കഥകളിയിലാണ് ഇത്രയധികം നളൻ ആരാണെന്നും ബാഹുകൻ ആരാണെന്നും ദമയന്തി ആരാണെന്നും ഓരോ ദിവസത്തെ നളനെയും ദമയന്തിയെയും ഒക്കെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിൽ കൊണ്ടുവന്നിട്ടുള്ളത് കഥകളി മാത്രമാണ്. അത് ഉണ്ണായി വാര്യരുടെ മാത്രം ഒരു പാത്രസൃഷ്ടികളാണ് ഇവർ എന്ന് നമുക്ക് ചില സമയത്ത് തോന്നിപ്പോകും. ഏതൊരു മറ്റ് പുരാണങ്ങളിലൊന്നും നമുക്ക് ഇതിൻ്റെ ഇത്ര വിസ്തരിച്ചിട്ടുള്ള ഒരു വ്യാഖ്യാനങ്ങളോ ഇതൊന്നും കാണാൻ ആയിട്ട് സാധിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്. കഥകളിക്ക് വേണ്ടതൊന്നുമില്ലെങ്കിലും എന്നാൽ എല്ലാം ഉണ്ട് എന്നുള്ളതാണ് നളചരിതത്തിൻ്റെ പ്രത്യേകത. ശരിക്കും തിയേറ്ററിക്കൽ ആസ്പെക്ട്സ് വെച്ച് നോക്കുമ്പോൾ നായകൻ, അതുപോലെ പ്രലംബ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പറയുന്നത്, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, അതുപോലത്തെ ഏതെങ്കിലും ഒരു നായിക, ഇതൊക്കെ വളരെ പ്രാധാന്യമാണ്. പിന്നെ പ്രതിനായകൻ എന്നൊരു കഥാപാത്രം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നളചരിതത്തിൽ പറയപ്പെടാനായിട്ട് ഇല്ല, എടുത്ത് ചൂണ്ടിക്കാണിച്ച് പറയാനായിട്ട് ഇല്ല. പിന്നെ കഥകളിയിലെ വേഷവൈവിധ്യങ്ങളെ പറയുമ്പോഴും കഥകളി എന്ന വിശ്വകല പറയുമ്പോൾ പച്ചവേഷം, അത് കഴിഞ്ഞാൽ ഉടനെ പറയേണ്ടത് ഒരു കത്തിവേഷമാണ്. അങ്ങനെ ഒരു കത്തിവേഷം നമുക്ക് ഈ കഥകളിയിൽ നമുക്ക് എടുത്തു പറയാനായിട്ട് ഇല്ല. ഇപ്പോൾ ഒക്കെ കാണുന്നുണ്ടായിരിക്കാം, ദ്വാപരനെ ആ രൂപത്തിലൊക്കെ ആക്കുന്നുണ്ട്. പക്ഷെ എടുത്തു പറയത്തക്ക വിധത്തിൽ ഒരു കത്തിവേഷം ഇതിലില്ല. പിന്നെ മിനുക്ക് എന്നുള്ള നാരദനൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായി എന്നല്ലാതെ പിന്നെ കരിവേഷം, ഈ കലിയുടെ രൂപം ഇതായിരുന്നോ എന്ന് പോലും പ്രത്യേകമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഇങ്ങനെയാണെന്ന്. കാരണം ഇതൊരു ഭാവന ഒരു കഥാപാത്രമായതുകൊണ്ട് ഈ രൂപത്തിലൊക്കെ ആക്കിയെടുക്കാം എന്നുള്ളൂ, ബ്ലാക്കിൻ്റെ ഒരു വേർഷൻ എന്നുള്ള നിലയിൽ. അപ്പം ഇങ്ങനെയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു കഥകളിക്ക് വേണ്ടതായ ഒന്ന് ഇല്ല. എന്നാൽ കൂടി പ്രത്യേകിച്ചും ഇരിങ്ങാലക്കുടക്കാർക്ക് നളചരിതം എന്ന് പറഞ്ഞാൽ അത്രയും മറ്റിപ്പോൾ ഒരു കാലഘട്ടത്തിൽ വടക്കോട്ടൊന്നും ഈ നളചരിതത്തിന് ഇത്ര അധികം പ്രസക്തി ഉണ്ടായിരുന്നില്ല എന്ന് ചിലപ്പോൾ നിങ്ങളൊക്കെ എന്നേക്കാൾ കൂടുതൽ കഥകളി കണ്ടിട്ടുള്ളവരാണ്, അതുകൊണ്ട് പറയുന്നതാണ്. തെക്കോട്ട് കുറച്ചും കൂടി ഉണ്ടായിരുന്നു, പക്ഷേ വടക്കോട്ട് ഈ നളചരിതം തീരെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. ഒരു കാലഘട്ടം പ്രത്യേകിച്ചും അതിന് പതിഞ്ഞവധം ഉണ്ടായിരുന്നില്ല എന്നും പറഞ്ഞു കാണുന്നുണ്ട്. കഥകളിയെ സംബന്ധിച്ചിടത്തോളം പതിഞ്ഞവധം ഇല്ലാത്ത ഒരു കഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. എന്നിട്ട് ഇപ്പോൾ കുവലയവിലോചന എന്നുള്ളത് പിന്നീട് പതിഞ്ഞവധമായിട്ട് ആഡ് ചെയ്തതാണെന്നും ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ്. സത്യം എത്രയുണ്ട് എന്നുള്ളത് അറിയില്ല.
അത് ശരിക്കും സാമ്യമാവുന്ന ഒരു ഉദ്യാനം എന്നുള്ള ഭാഗം മുതലാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞ് അച്ഛനും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ കഥകളിക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഈ കുവലയ പതിഞ്ഞ പദമാക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്. അത് മാത്രമേ കലാമണ്ഡലത്തിൽ പണ്ട് ചൊല്ലിയാടിച്ചിരുന്നുള്ളൂ എന്നും പറയുന്നുണ്ട്. കഥകളിക്ക് ഏറ്റവും പ്രധാനമാണ് ചൊല്ലിയാട്ടം എന്ന് പറയുന്നത്. അത് നളചരിതം ചൊല്ലിയാടിച്ചതായിട്ട് കേട്ടുകേൾവി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗോപിയാശാനായിട്ടത് തുടർന്ന് പോരുന്നുണ്ട്. പണ്ടത്തെ ആശാന്മാരൊന്നും അത് ചൊല്ലിയാടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അച്ഛൻ പറഞ്ഞിട്ടുള്ള ഭാഷകളെ എനിക്കറിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്നുമില്ലെങ്കിലും ഉണ്ണായി വാര്യർ അതിലെ പദപ്രയോഗങ്ങളൊക്കെ നോക്കിയാലും ശരിക്കും ഒരു വായിച്ച് രസിക്കാവുന്ന, സംഗീതാത്മകമായിട്ട് വായിച്ച് രസിക്കാവുന്ന ഒരു രചന എന്നുള്ളതിലപ്പുറം ഒരു കഥകളി എന്ന വിശ്വകലയിലേക്ക് ഇതിനെ കൂട്ടിച്ചേർത്തപ്പോൾ അതിനുണ്ടായ ഒരു ശോഭ എന്ന് പറഞ്ഞാൽ പോരാ, വെണ്മ എന്താണ് ഇനി എല്ലാ നമ്മൾ ആട്ടത്തിൽ കാണിക്കുന്ന പോലെ ദമയന്തി ഉണ്ടാക്കിയത് എല്ലാ സൗഭാഗ്യങ്ങളെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയതാണോ ബ്രഹ്മാവ് എന്ന് പറയുന്ന ആ ആട്ടമാണ് ഇവിടെ ഏറ്റവും ഉചിതമായി തോന്നുന്നതെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് ഉണ്ണായി വാര്യർ ഈ കഥയെ കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം പോലും ചിന്തിക്കാത്തൊരത്ര ഉയരത്തിലായിട്ടുണ്ട് ഇന്ന് ഈ കഥ എന്ന് വേണം ഇപ്പോൾ പറയാൻ. അത് ശരിക്കും കാഴ്ചയ്ക്ക് ഏറ്റവും ആനന്ദ പീയൂഷം എന്ന് പറയുന്നതാണ് ഈ കഥ. ഇപ്പോൾ മറ്റ് കഥകൾ കണ്ടിരിക്കാം, പക്ഷേ ആസ്വദിച്ച് നമ്മൾ നടനിലേക്ക് ആ കഥാപാത്രമായി മാറുന്നത് ഒരവസ്ഥ ശരിക്കും നളചരിതം എന്ന കഥ കാണുമ്പോൾ ആയിരിക്കും. അർജുനനെയോ അല്ലെങ്കിൽ ഭീമനെയോ ഒന്നും കണ്ടാൽ നമുക്ക് ഒരാവാം എന്നല്ലാതെ അതിലോട് ഞാൻ അതാണോ എന്ന് തോന്നുന്ന രീതിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു കഥ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് തമ്പിയോട് അടുത്തുന്നുണ്ടെങ്കിലും ഉണ്ണായി വാര്യരുടെ നളചരിതത്തിന് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകതയാണ് എന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്ത ഓരോ പ്രത്യേകതകൾ അടുത്ത വഴിയെ പറയുന്നതാണ്. ആദ്യ ഭാഗത്ത് എനിക്കിത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഒരു പ്രസക്തിയുള്ളത്, പണ്ട് മുതലേ തന്നെ എന്തുകൊണ്ടോ ഈ സാഹിത്യ ഭംഗി കൊണ്ടായിരിക്കാം ഞാൻ മലയാളം പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ അപാകതകളുണ്ട്. മലയാള പാഠഭാഗങ്ങളിൽ കണ്ടുവരുന്നത് നളചരിതം കഥയിലെ ഭാഗങ്ങളാണ്. ഒന്നുകിൽ കാട്ടാളനും ദമയന്തിയും അല്ലെങ്കിൽ ഹംസവും ദമയന്തിയും അങ്ങനെയുള്ള ഭാഗങ്ങളാണ്. പിന്നെ ഇപ്പോൾ കേശിനി മൊഴി, ഇതൊക്കെയാണ് പാഠങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് കണ്ടുവരുന്നത്. അത് സാഹിത്യ ഭംഗി കൊണ്ട് ആയിരിക്കാം എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. പലപ്പോഴും അത് ഈ മറ്റ് അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോൾ എന്നെ കൊണ്ട് വിളിച്ച് ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് അങ്ങനെയാണ് എനിക്ക് മലയാളത്തിൽ ഇപ്പം മാഷ് പറഞ്ഞപ്പോഴാണ് ഞാനത് ആലോചിച്ചത്. എല്ലാ സ്ഥലങ്ങളിലും ഒരു പ്രൗഢഗംഭീരമായ കഥാഭാഗങ്ങളൊന്നും കഥകളി ആട്ടക്കഥ എന്ന് പഠിക്കുമ്പോൾ ഇത് കാണാറില്ല. അവിടെയൊക്കെ നളചരിതം തന്നെയാണ് കാണുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കഥയുടെ ആരംഭം അല്ലെങ്കിൽ കഥ എന്താണെന്ന് കഥകളിയിൽ അതിനെന്താണ് പ്രസക്തി എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ഞാൻ മൈക്ക് വലിയൊരു കണ്ടെത്തൽ തന്നെയാണ് മായ പറഞ്ഞത്. കാരണം കാലാകാലങ്ങളിൽ പ്രഗത്ഭരായ നടന്മാർ ഈ കഥാശില്പത്തിലെ കഥാപാത്രങ്ങളെ അരങ്ങിലുണ്ടാക്കി വച്ചതിൻ്റെ ഒരു ശോഭയുടെ ബാക്കിയായിട്ടാണ് പ്രേക്ഷകൻ്റെ മനസ്സിൽ ഈ കഥ നിൽക്കുന്നതും അഥവാ ആട്ടക്കഥ നിൽക്കുന്നതും കഥാപാത്രം നിൽക്കുന്നതും. അതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും ഒരു കലാകാരൻ ഇപ്പോൾ പേരൊന്നുകൂടെ മരിച്ച അവസരത്തിൽ 4-ാം ദിവസം ദമയന്തി മരിച്ചു എന്ന ചില തലക്കെട്ടുകളൊക്കെ വന്നെങ്കിൽ അതിപ്പോൾ ശ്രീമതി മായ പറഞ്ഞതിനെ 100 വട്ടം ന്യായീകരിക്കുന്നതാണ്. തീർച്ചയായിട്ടും അതാണ് ഇതിൻ്റെ ഒരു മാനദണ്ഡം. പ്രേക്ഷകരുടെ മനസ്സിലെന്ന് കീഴ്പൊട്ടയ്ക്ക് വിഷയത്തിലേക്ക് ഇറങ്ങി വരികയോട് ചെയ്തു. ഇനി അതിലേക്ക് ഒന്ന് തുടങ്ങി വയ്ക്കാൻ അടുത്തതായിട്ട് ശ്രീ സജനീവിനെ ഒരുപാട് മറ്റു കലകളും കൂടി അർജുന നൃത്തം മുതലായിട്ടുള്ള കലകളുടെ ഒരു ഗവേഷണ ബുദ്ധിയോടെ അതിനെ സമീപിച്ച് പഠനങ്ങളൊക്കെ നടത്തി ഒപ്പം കഥകളിയുടെ കൂടെ എല്ലാ തരത്തിലും അതിൻ്റെ സാഹിത്യമായാലും സങ്കേതങ്ങളായാലും അവതരണ മികവായാലും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും അത്യാവശ്യം ഭംഗിയായിട്ട് പറയുകയും അതിലുപരി എഴുതുകയും ചെയ്യുന്ന അദ്ദേഹത്തെ ഇതിൻ്റെ ഒരു ആദ്യ സ്റ്റേജിലേക്ക് ക്ഷണിക്കണം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ ഉണ്ണായി വാര്യർ ജനിച്ച ഈ മണ്ണിൽ
നളചരിതത്തെക്കുറിച്ച് ഇങ്ങനെയൊരു പരിപാടി, ദിവസങ്ങളോളം നീളുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചതിലുള്ള വലിയ സന്തോഷം ക്ലബിനെ അറിയിക്കട്ടെ. അതിലുപരി ഇത്രയും കാഴ്ചശീലവും പാണ്ഡിത്യവുമുള്ള ഈ മഹത്തുക്കളായ ആൾക്കാരുടെ ഒപ്പം എന്നെയും ഇവിടേക്ക് ക്ഷണിച്ചതിലുള്ള സന്തോഷവും അറിയിക്കട്ടെ. ഇന്നിപ്പോൾ ഈ പരിപാടി നടക്കുന്നത് അമ്മന്നൂർ ഗുരുകുലത്തിലാണ്. ഒരു കാലത്ത് കഥകളി കാണുന്നത് ചാക്യാന്മാർ തീരെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. ഇപ്പോൾ കഥകളിയെക്കുറിച്ച് കേൾക്കാം എന്നായിട്ടുണ്ട്. നളചരിതം ഒന്ന് അഴിച്ചു പണിയാം, അല്ലെങ്കിൽ നളചരിതത്തിലേക്ക് ചാക്യാന്മാരുടെ കണ്ണും വളരെ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയെന്ന് ഇവിടുത്തെ ഓരോ ദിവസവും നടക്കുന്ന പരിപാടികൾ കാണുമ്പോൾ മനസ്സിലാകും. എന്തായാലും കഥകളി ക്ലബ്ബുകളിൽ കൂടുതൽ കൂടിയാട്ടങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ കൂടിയാട്ട കലാകാരന്മാർ തന്നെ കഥകളിയെ കൂടുതൽ ശ്രദ്ധിക്കുന്നു. കഥകളി കൂടിയാട്ടത്തെ പണ്ടേ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം മലയാളത്തിന് തമിഴ് തായ്ക്കുലം എന്ന് പറയുന്നത് പോലെ കഥകളിയുടെ തായ്ക്കുലങ്ങളിൽ ഒന്ന് കൂടിയാട്ടം തന്നെയാണ് തീർച്ചയായും. എന്തായാലും വലുതെന്തോ വരാനിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ ഈ ഭാവുകത്വ വ്യതിയാനത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇവിടെ ആസ്വാദക പക്ഷത്ത് നിന്ന് ആസ്വാദക ഹൃദയങ്ങളിൽ നളചരിതം എങ്ങനെയെല്ലാം സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. തീർച്ചയായിട്ടും ഇപ്പോൾ വേണുമാഷ് പറഞ്ഞ പോലെ ഉണ്ണായി വാര്യർ എന്തൊക്കെയോ കാരണങ്ങളാൽ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിപ്പെടുന്നു. ആ തിരുവനന്തപുരത്ത് എത്തിപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്ട് കാർത്തിക തിരുനാളിൻ്റെ ഭരണകാലമാണ്. ആ സമയത്ത് ഈ കഥകളിയുടെ കർത്തൃപാഠത്തിൽ സംഭവിക്കുന്ന വലിയൊരു പരിണാമ ദശയാണ് നളചരിതത്തിൻ്റെ പിറവി. അതിനൊരു കാരണമെന്ന് പറഞ്ഞാൽ അക്കാലത്ത് തിരുവനന്തപുരത്ത് കളിച്ചിരുന്ന കഥകളികളുടെ രീതി ഒരുപക്ഷെ കരവധവും ബാല്യവധവും അതുപോലെ തന്നെ കോട്ടയം കഥകളും കളിച്ചിരുന്നു. അതിനിടയ്ക്കാണ് നളചരിതം എത്തുന്നത്. 1744 മതിലകൻ രേഖയിൽ പറയുന്നുണ്ട്, ആറന്മുള ഇട്ടുരവി പണിക്കരുടെ സംഘം നളചരിതം 4 ദിവസവും കളിച്ചതിന് അവർക്ക് നൽകിയ തുകയെക്കുറിച്ചാണ് മതിലകൻ രേഖയിൽ പറയുന്നത്. ഉണ്ണായി വാര്യരുടെ ജീവിതകാലം സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം ആ സമയത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഇല്ലെങ്കിൽ അത് തന്നെയല്ല, ഡോക്ടർ നാരായണ മേനോനോ അദ്ദേഹം ആണെന്ന് തോന്നുന്നു ഉണ്ണായി വാര്യരുടെ ഒരു ജീവചരിത്രം രചിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ജീവിത കാലയളവ് വെച്ചിട്ടാണെങ്കിൽ 1744 ഉണ്ണായി വാര്യർക്ക് 5 വയസ്സേ ആകുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം തന്നെ നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 1744 നളചരിതം കളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അദ്ദേഹത്തിനൊരു 30 വയസ്സെങ്കിലും പ്രായം ആ സമയത്ത് ഉണ്ടാകുമായിരിക്കണം. ഏതാണ്ട് കോട്ടയം കഥകൾ രചിക്കപ്പെട്ട സമയത്ത് തന്നെ ഒരു പക്ഷേ നളചരിതവും രചിക്കപ്പെട്ടിരിക്കാം. എന്തായാലും നളചരിതത്തിന് തൊട്ടു പുറകെ വരുന്ന 2 ആട്ടക്കഥകളുടെ പ്രത്യേകത കൊണ്ട് തന്നെ ആ സമയത്ത് ആസ്വാദകർ നളചരിതത്തെ എത്രമാത്രം സ്വീകരിച്ച് കാണും എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇതിന് ശേഷം വരുന്ന കഥയാണ് മണ്ഡോപ്പള്ളി ഇട്ടുരാരിശമേനോൻ കാവാലത്ത് നിന്ന് വളരെ ദാരിദ്ര്യം കേനാഭി ദഗ്ധന്നഹി അങ്ങനെ എന്തോ മറ്റാണ് ആ ശ്ലോകം, ഒരു സംസ്കൃതത്തിലൊരു ശ്ലോകം എഴുതി കാർത്തിക തിരുനാളിൽ സമർപ്പിച്ചിട്ട് അദ്ദേഹത്തിനോട് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് 2 ആട്ടക്കഥ രചിക്കാൻ പറയുകയാണ്. അങ്ങനെയാണ് രുക്മാംഗതയരുതവും സന്താനഗോപാലൻ രുക്മാംഗതയരുതവും രചിക്കപ്പെടുന്നത്. ആ 2 ആട്ടക്കഥയുടെ പ്രത്യേകതകൾ നോക്കിയാൽ അറിയാം. നളചരിതം എങ്ങനെയാണോ ഒരു മനുഷ്യകഥാനുഗായി അല്ലെങ്കിൽ ജീവിതഗന്ധിയായ ഒരു കഥയെ കഥകളിക്ക് പറ്റുന്ന ഒരു ഇതിവൃത്തത്തിലേക്ക് മാറ്റാൻ ശ്രമം നടത്തിയത്, ഏതാണ്ട് അതേ രീതിയിൽ തന്നെ വൈകാരികക്ഷമത കൂടിയ 2 കഥകളായിട്ടാണ്, ഭക്തിയുടെ തലത്തിലാണെന്ന് മാത്രം. അവിടെയുണ്ട് കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, കണ്ണുനീരുണ്ട്. ഇതെല്ലാം വളരെ പ്രധാനമാണ്. ഭക്തിയുടെ ആ തലത്തെക്കാളും സന്താനഗോപാലത്തിൽ ഒരുപക്ഷെ ബ്രാഹ്മണൻ്റെ ദുഃഖവും മുകളിൽ നിൽക്കുന്നതായി നമുക്ക് കാണാം. എന്തായാലും തിയേറ്ററിൻ്റെ ആ സമയത്തെ അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്കറിയില്ല.
പക്ഷേ പിന്നീട് വന്ന ഈ ആട്ടക്കഥകൾ, അതായത് കിരാതവും ഏതാണ്ട് അതിനോടൊപ്പം തന്നെ ആയിരിക്കണം. ഒരുപക്ഷെ നളചരിതത്തിന് മുമ്പാകാം കിരാതം. അതും ഈ രചനാകാലത്തെ സംബന്ധിച്ച് കുറച്ച് സംശയങ്ങളുണ്ട്. എന്തായാലും 1744 മതിലകൻ രേഖ അനുസരിച്ച് അദ്ദേഹം നളചരിതം 4 ദിവസം തിരുവനന്തപുരത്ത് കാണാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്നാൽ ഈ കാർത്തിക തിരുനാളിൻ്റെ കാലം കഴിഞ്ഞ് വളരെ കാലത്തേക്ക് നളചരിതത്തെക്കുറിച്ച് കൂടുതലൊന്നും നമുക്ക് ഒരറിവും ലഭിക്കുന്നില്ല. അവിടെ കളിച്ചിരുന്നോ, പ്രേക്ഷകരെങ്ങനെ അതിനെ സ്വീകരിച്ചിരുന്നു? പക്ഷെ ആ സമയത്ത് അതിനുശേഷം പിന്നീട് ഒരു പേര് നമ്മൾ കേൾക്കുന്നത് നളനുണ്ണിയുടെ പേരാണ്. അപ്പോഴേക്ക് ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടമായി. സ്വാതിരുനാളിന് ശേഷമാണ് നമ്മുടെ കേരളത്തിലേക്ക് അന്ന് നിലവിലുണ്ടായിരുന്ന സമകാലീന കർണാടക സംഗീതത്തെ ഏതെല്ലാം തരത്തിൽ കേരളത്തിൻ്റെ സംഗീതവുമായി അതിനെ സമ്യക്കായി കൂട്ടിയോജിപ്പിക്കാമോ ആ തരത്തിലെല്ലാം സംഗീതത്തെ കൂട്ടിയോജിപ്പിച്ച മഹാനായ സ്വാതിരുനാളിന് ശേഷമാണ് ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടം. ഉത്രം തിരുനാൾ തന്നെ ഒരു ഘട്ടത്തിൽ എവിടെയോ ഞാനൊരിടത്ത് വായിച്ചതാണ്, നമ്മുടെ കുഞ്ഞു ഭാഗവതരെ കൊണ്ട് ഉണ്ണായിയെ കുറച്ച് സംഗീതം പഠിപ്പിക്കുക എന്ന് പറഞ്ഞു എന്നൊരു വാചകമുണ്ട്. അപ്പോൾ അല്ല, കാർത്തിക തിരുനാളിൻ്റെ കാലത്ത് ഉത്രം തിരുനാളിൻ്റെ കാലമായപ്പോഴേക്ക് ആ സമയത്ത് തന്നെ ഇരയിമൻ തമ്പിയും ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് കുതിരമാളികയിൽ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്, ഒരു ചിത്രമുണ്ട്. അതായത് ഈശ്വരമുള്ള വിചാരിപ്പുകാർ, അതുപോലെ തന്നെ ഇരയിമൻ തമ്പി, നളനുണ്ണി, ഇവരെല്ലാം ഉൾപ്പെട്ട ഒരു ചിത്രമുണ്ട്. ആ സമയത്ത് ഉത്രം തിരുനാളിൻ്റെ കാലമായപ്പോഴേക്ക് ഏതാണ്ട് വൃദ്ധനായ ഇരയിമൻ തമ്പിയെ ഉത്രം തിരുനാളിന് വലിയ താല്പര്യമില്ലായിരുന്നു. അദ്ദേഹത്തിന് വലിയ കാര്യം സ്വാതിരുനാളിനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരയിമൻ തമ്പി കുറച്ച് പുറകിലാണ് ആ ചിത്രത്തിൽ നിൽക്കുന്നത്. ഈശ്വരമുള്ള വിചാരിപ്പുകാരാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. ഒരു കഥകളി നടനെ അദ്ദേഹം വിചാരിപ്പുകാരായി മാറ്റുകയാണ്. കൊട്ടാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. ആ സമയത്തെ നമ്മുടെ സാമൂഹികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. രാജാവ് കഥകളിക്കാരുടെ പുറകെയാണെന്ന് വിലപിക്കുന്ന സാക്ഷാൽ വേലുത്തമ്പി ദളവയുടെ കാലഘട്ടമാണ്. അദ്ദേഹത്തിന് കുണ്ടറ വിളംബരം നടത്തുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും മണ്ണടിയിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നതൊക്കെ ആ സമയത്താണ്. അപ്പോഴവിടെ അത്തരം ഒരു സാമൂഹ്യാവസ്ഥയിലാണ് അന്നത്തെ കഥകളി പ്രേക്ഷകർ. അത് ആർക്കൊക്കെ അന്ന് കഥകളി കാണാമായിരുന്നു, അല്ലെങ്കിൽ കഥകളി കാണാനുള്ള സാഹചര്യം എത്രത്തോളം ഒന്നും ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല. എന്തായാലും നളനുണ്ണിയാണ് പിന്നീട് വരുന്ന ഒരു പേര്, നളചരിതവുമായി ബന്ധപ്പെട്ട് വരുന്ന പേര്. അതുപോലെ തന്നെ വടക്കോട്ട് നളചരിതത്തെ എത്തിച്ച ആദ്യത്തെ ആൾ നളനുണ്ണി തന്നെയാണ്. നളനുണ്ണിയുടെ കാലഘട്ടം നമ്മളൊന്ന് പരിശോധിച്ചാൽ വളരെ ബഹുരസമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അദ്ദേഹം കുറിച്ചി കളരിയിലാണ് അദ്ദേഹം അഭ്യസിച്ചത്. കുറിച്ചി കളരി എന്ന് പറയുന്നത് കുറിച്ചി, ഞാൻ താമസിക്കുന്ന പഞ്ചായത്താണ് കുറിച്ചി പഞ്ചായത്ത്. അദ്ദേഹം എർത്തയിടത്തെന്ന് പറയുന്ന കിടങ്ങൂരെ ഒരു കുടുംബത്തിലെ അംഗമാണ്. കൃഷ്ണനുണ്ണി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം നൈനാടത്തെന്ന് പറയുന്ന നീലമ്പേരൂര്, അതായത് കുറിച്ചിയിലെ തന്നെ, അവിടെ നിന്നാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. ഈ കുറിച്ചി കളരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആശാൻ്റെ, അതായത് അദ്ദേഹം വലിയ കൊച്ചയ്യപ്പ പണിക്കർ എന്ന് പറയുന്ന ഉത്രം തിരുനാളിൻ്റെ കാലത്തെ കൊച്ചയ്യപ്പൻ എന്ന് പറയുന്ന വലിയ കൊച്ചയ്യപ്പ പണിക്കരുടെ ശിഷ്യനാണ് ശരിക്കും നളനുണ്ണി. അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് നമ്മളിവിടെ ഓട്ടത്തുള്ളൽ കണ്ടു. അദ്ദേഹം ഒരു കാലത്തെ അമ്പലപ്പുഴയിലേക്കും ആദ്യം വരുന്നത് കിടങ്ങൂരേക്കാണ്. അദ്ദേഹത്തിൻ്റെ കുഞ്ചൻ നമ്പ്യാരുടെ അച്ഛൻ്റെ നാട്, അതായത് കിടങ്ങൂര് കല്ലമ്പള്ളി ഇല്ലത്തെ നമ്പൂതിരിയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ. അങ്ങനെ കിടങ്ങൂരെ ചാക്യാന്മാരോടൊപ്പമാണ് കുഞ്ചൻ നമ്പ്യാർ ആദ്യം വരുന്നത്. എന്ന് പറയുന്നത് പോലെ നളനുണ്ണിക്കും കിടങ്ങൂർ ചാക്യാന്മാരുമായിട്ട് വളരെയധികം സഹവാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നളനുണ്ണിയുടെ ആട്ടം ഈശ്വരമുള്ള വിചാരിപ്പുകാരേക്കാൾ കേമം എന്നൊരു പറച്ചിലുണ്ട്. അത് ഏതൊക്കെയോ ശ്ലോകങ്ങളിലും ഉണ്ടത്. അപ്പോൾ ആട്ടം കേമമാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം ചാക്യാന്മാരുടെ ഈ ആട്ടം എന്നുള്ള, അതായത് ശ്ലോകങ്ങളിലൂടെ കഥാപാത്രത്തിൻ്റെ മനോഗതത്തെ വിശകലനം ചെയ്യുന്ന ഒരു സമ്പ്രദായം അദ്ദേഹം തുടങ്ങി വച്ചിരിക്കാൻ
സാധ്യതയുണ്ട്. അതുതന്നെയല്ല, ചാക്യാന്മാരിൽ നിന്ന് അദ്ദേഹത്തിന് മുഖസാധകം കിട്ടിയിട്ടുമുണ്ട്, അത് ഉറപ്പാണ്. 45 വയസ്സ് വരെ ഈ നളനുണ്ണി ജീവിച്ചിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രത്യേകത അല്ലെങ്കിൽ അതിലൊരു സമസ്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അവസാന കാലം എങ്ങനെയായിരുന്നു എന്ന് ആർക്കും അറിയില്ല. ഈ 45 വയസ്സിൽ അദ്ദേഹം മരിച്ചു എന്നുള്ളതല്ലാതെ, കാരണം കൊട്ടാരത്തിൽ തന്നെയുള്ള ഏതോ ഒരു കൊട്ടാരത്തിലെ ഒരു രാജ്ഞി ആ വിഷയത്തിൽ സ്ത്രീ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നളനുണ്ണി തിരുവിതാംകൂറിൽ നിന്ന് തന്നെ പോയി എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. ഇനി ആ സമയത്തെ ആശാന്മാരുടെ ഒരു അവസ്ഥ, നളനുണ്ണി ജീവിച്ചിരുന്ന കാലത്തെ കഥകളിയിൽ പ്രശസ്തരായിരുന്നവരുടെ ഒരു കാലഘട്ടം നമ്മൾ പരിശോധിച്ചാൽ, അതായത് വലിയ കൊച്ചയ്യപ്പ പണിക്കർക്ക് പ്രധാനമായും 3 ശിഷ്യന്മാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഈശ്വരവിള വിചാരിപ്പുകാർ, ഒന്ന് കുറിച്ചി വലിയ കൃഷ്ണപിള്ള എന്ന് പറയുന്ന ആൾ, മൂന്നാമത്തെ ആൾ നളനുണ്ണി. ഇതിൽ ഈശ്വരവിള വിചാരിപ്പുകാർക്കും കുറിച്ചി വലിയ കൃഷ്ണപിള്ളയുടെ കാലകേവധത്തിൽ പാർത്ഥൻ്റെ ഇരിപ്പ്, പാർത്ഥൻ തൻ്റെ സഭയിൽ എന്ന് പറഞ്ഞൊരു ശ്ലോകം ഉണ്ടല്ലോ, അത് കുറിച്ചി കൃഷ്ണപിള്ള ഏറ്റുവാനൂർ അമ്പലത്തിൽ ചുറ്റും കുത്തുകാല് മുറുക്കി അദ്ദേഹം നടന്ന കഥയൊക്കെ പ്രസിദ്ധമാണ്. കുറിച്ചി കൃഷ്ണപിള്ളയുടെ വേഷം എന്ന് പറയുന്നത് കാലഘട്ടത്തിൽ അർജുനായിരുന്നു പ്രധാന വേഷം എന്ന് പറയുന്നത്. അത് ചെങ്ങന്നൂരാശാൻ വരെ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിനൊരു കാരണം, വെട്ടത്തു പോയി തിരിച്ചു വന്ന കഥകളി പ്രചാരത്തിലായ സ്ഥലമാണ് കുറിച്ചി. അതുകൊണ്ടാണ് കോട്ടയം കഥയ്ക്ക് അവിടെ പ്രാധാന്യം വന്നത്. കൂട്ടത്തിലുണ്ടായിരുന്ന ഈശ്വരവിള വിചാരിപ്പുകാരനും നളചരിതത്തിലെ ഒരു വേഷവും അദ്ദേഹത്തിനും പ്രാധാന്യമില്ല. ഇനി ഇതേ സമയത്ത് തന്നെ നമ്മൾ ഇപ്പോൾ തെക്കോട്ടുള്ള എല്ലാ പരമ്പരയും നമ്മൾ കപ്ലിങ്ങാടെന്ന് ഒറ്റയടിക്ക് പറയാറുണ്ട്. വാസ്തവത്തിൽ ചെങ്ങന്നൂരാശാൻ പോലും കപ്ലിങ്ങാടൻ പരമ്പരയിൽ, നേരിട്ടുള്ള കപ്ലിങ്ങാടൻ പരമ്പര ഒന്ന് തൊട്ടിട്ടേ ഉള്ളൂ. അതായത് വലിയ ഇട്ടേരിപ്പണിക്കരിൽ നിന്ന് നേരെ കണ്ടത്തിൽ നാരായണ മേനോനിലേക്കും അവിടെ നിന്ന് ചമ്പക്കുളം ശങ്കുപിള്ളയിലേക്കും അവിടെ നിന്ന് മാത്തൂർ കുഞ്ഞുപിള്ളപ്പണിക്കരിലേക്കും എത്തിയ ഒറിജിനൽ കപ്ലിങ്ങാടൻ എന്ന് നമ്മൾ പറയാവുന്ന സമ്പ്രദായം വാസ്തവത്തിൽ ചെങ്ങന്നൂരാശാന് പോലും ഈ 2 വർഷത്തെ, ഞാൻ സാന്ദർഭികമായിട്ടത് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ, ഈ പ്രഗത്ഭരായ, അതായത് ഈ കണ്ടത്തിൽ നാരായണ മേനോൻ ഉൾപ്പെടെ ചമ്പക്കുളം ശങ്കുപിള്ള ഉൾപ്പെടെ ഉള്ളവരെല്ലാം തന്നെ ഈ കാലഘട്ടത്തിലുള്ളവരാണ്. ഈ നളനുണ്ണിയുടെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരിക്കുന്നവരാണ്. ഇവരാരും തന്നെ നളനായി പ്രസിദ്ധി നേടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കാലത്തും അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, അതായത് ഉള്ളിലൊരു മഹാനടൻ ഉള്ളിലുള്ള സ്വയം പ്രതിഭയാൽ തൻ്റെ കലയെ ജനങ്ങളിലേക്ക് അങ്ങേയറ്റം ഹൃദയം കൊണ്ട് തൊടാനായിട്ട് ശേഷിയുള്ള കുറേ പ്രതിഭാശാലികളായ നടന്മാർ തന്നെയാണ് നളചരിതം ജനങ്ങളിൽ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നളനുണ്ണിയുടെ കാലത്തുള്ള മറ്റുള്ള ഒരു ആശാന്മാർക്കും ഇനി ഇതിന് ശേഷമുള്ള ഒരു പരമ്പരയിലും കൂടെ പറഞ്ഞാൽ അത് കുറച്ചുകൂടി വ്യക്തമാകും. കാരണം നളനുണ്ണിക്ക് ശേഷം നളനുണ്ണിക്ക് ശിഷ്യരാരുമില്ല. നളനുണ്ണിയുടെ ഒരു ശിഷ്യ പരമ്പരയില്ല. പക്ഷെ കുറിച്ചി കളരി അവിടെ തുടരുന്നുണ്ട്. കാരണം കുറിച്ചി വലിയ കൃഷ്ണപിള്ളയുടെ ശിഷ്യരാണ് കൊച്ചപ്പി രാമന്മാർ എന്ന് പറയുന്ന ചെറിയ കൊച്ചയ്യപ്പ പണിക്കർ, രാമപണിക്കർ എന്ന് പറയുന്നത്. അവരുടെ ശിഷ്യരാണ് ഗുരു കുഞ്ചുകുറുപ്പ്. അതായത് ഇവരുടെ കുഞ്ചുകുറുപ്പ് ആശാൻ്റെ അമ്മാവന്മാരാണ് ഈ കൊച്ചയ്യപ്പ പണിക്കരും രാമപണിക്കരും. അവരുടെ ശിഷ്യനാണ് വെച്ചൂർ അയ്യപ്പ കുറുപ്പ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനാണ് മറ്റേ വെച്ചൂർ രാമൻപിള്ള. മറ്റൊരു ശിഷ്യനാണ് കുടമാർ കരുണാകരൻ നായർ, കൊച്ചപ്പി രാമന്മാരുടെ. ഈ കൊച്ചപ്പി രാമന്മാരാരും നളചരിതത്തിൽ കേമന്മാരായിരുന്നു എങ്ങും എഴുതിയിട്ടില്ല. ഇനിയും അവരുടെ ശിഷ്യനായിട്ടുള്ള കുഞ്ചുകുറുപ്പാശാനിലേക്ക് വരുമ്പോഴാണ് അവിടെയും ആണ് പിന്നീട് നളചരിതത്തിന് തെക്ക് ഉള്ള ഒരു ആശാൻ എന്നുള്ള രീതിയിൽ ഒരു വലിയ പ്രസിദ്ധി ഒരു നടന് കാണുന്നത്. ഇത് കാലാകാലങ്ങളിൽ ഈ ദ്വന്ദ്വം നമുക്ക് എപ്പോഴും കാണാം. കാരണം കൊച്ചപ്പി രാമന്മാരുടെ ഒരു ശിഷ്യനായ കുടമാളു കരുണാകരൻ നായരാശാന് അദ്ദേഹത്തിനൊരു നളനെ കിട്ടി. ആ ദമയന്തിക്കൊരു നളനെ കിട്ടി. അത് സാക്ഷാൽ നളനായി ഒരു കാലത്ത് ജനങ്ങൾ കരുതിയിരുന്ന കലാമണ്ഡലം കൃഷ്ണൻ നായരാണ്.
കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ എക്കാലത്തെ നായികയായിരുന്നു കുടമാളൂർ കരുണാകരൻ നായർ. ഈ കുടമാളൂർ കരുണാകരൻ നായരും കൃഷ്ണൻ നായരാശാനും നളചരിതം നിറച്ച് കളിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അവിടെ പച്ചവേഷമേ കെട്ടാത്ത ഒരു നടനുണ്ട്, ചെങ്ങന്നൂർ രാമൻപിള്ള. ആ സമയത്ത് തന്നെ ഹംസം കെട്ടിക്കൊണ്ടിരുന്ന ഒരാളുണ്ട്, കുഞ്ഞമ്പണിക്കരാശാൻ. അത് കൊച്ചപ്പിരാമന്മാരുടെ അനന്തരവരാണ് കുഞ്ഞമ്പണിക്കർ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഈ കലാകാരന്മാരുടെ വൈയക്തികമായ ഒരു പ്രതിഭാവിലാസം എപ്പോഴും നളനെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ ഒരു വലിയ പ്രാധാന്യം വഹിച്ചിരുന്നു. നളചരിതം കളിച്ചിട്ടുണ്ടാകാം, കളിച്ചിട്ടില്ല എന്നുള്ളതല്ല. പക്ഷെ നളചരിതം കളിക്കുന്നതിൽ ഇതൊരു വലിയ പ്രാധാന്യം വഹിച്ചിരുന്നു. അതിന് കാരണം നളചരിത സാഹിത്യത്തിൻ്റെ ഒരു ഗരിമ തന്നെയാണ്. ഇപ്പോൾ ഒരു തിയേറ്റർ എന്ന നിലയ്ക്ക് കഥകളി മുന്നോട്ട് വെക്കുന്ന ഒന്നിനെയും നളചരിതം അപ്പാടെ അംഗീകരിക്കുന്നില്ല. എങ്കിലും ചില സംശയങ്ങൾ പറയാറുണ്ട്, ഉണ്ണായി കഥകളി കണ്ടിരുന്നോ ഒന്ന് പോലും സംശയമാണ് എന്ന്. പക്ഷേ ഓരോ ദിവസവും നമ്മളൊന്ന് ശ്രദ്ധിച്ചാലറിയാം. ഒന്നാം ദിവസം തുടങ്ങുമ്പോൾ, ഇപ്പോൾ ഭഗവൻ നാരദ തുടങ്ങുമ്പോൾ അതിനൊരു കഥകളി പദത്തിൻ്റെ ചിട്ടയിൽ തന്നെയാണ് എഴുതി തുടങ്ങുന്നത്. ഒന്നാം ദിവസമായാലും 2-ാം ദിവസമായാലും 3-ാം ദിവസമായാലും 4-ാം ദിവസമായാലും എഴുതി തുടങ്ങുന്ന പദങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ആദ്യത്തെ പദത്തിൽ കുറേയൊക്കെ നമുക്ക് താളം കൃത്യമായി വീഴത്തക്ക രീതിയിൽ, അക്ഷരങ്ങൾ കൃത്യമായി വീഴത്തക്ക രീതിയിൽ ഒക്കെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് കഴിയുമ്പം ഈ എന്താ പറയുക, വാങ്മനസാധി ദൂരനായ ആൾ പുറത്തേക്ക് വരികയും ആ പ്രതിഭാവിലാസം അങ്ങനെ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഒരു ആദ്യ ഫേസ് എല്ലാവരും അഭിപ്രായം പറഞ്ഞപ്പോൾ മായ തുടങ്ങി വെച്ചതിനോട് ഉറപ്പ് വരികയാണ്. കാലാകാലത്ത് ഒരു പ്രധാന നടനും കുറച്ച് പിന്നിൽ നിൽക്കുന്ന നടന്മാരും പ്രധാന പുഷ്കരനും പ്രധാന ഹംസവും എന്ന തരത്തിൽ കാലം ഈ കലാകാരന്മാരിൽ കൂടെ നളചരിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് തന്നെയാണ് ആസ്വാദകർക്കും തോന്നുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു പ്രധാന നടനും അക്കാലത്ത് വേറൊരാളെ ഏറ്റവും നല്ല കളിക്ക് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധം ഓരോ കാലത്തും അതിങ്ങനെ മാറി 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 വന്നു. ഇതിപ്പോൾ തുടങ്ങി നള്ളുണ്ണി തുടങ്ങി അവിടെ നിന്ന് നമ്മളിപ്പോൾ ഗോപിയാശാനിലെത്തി, ഇനിതാ അത് മാറി അടുത്തത് വരാൻ പോണു എന്നുള്ള കാലത്തേക്ക്. അപ്പോൾ പ്രേക്ഷക മനസ്സ് ഉറപ്പായിട്ടും ഈ ചർച്ചയെന്ന് വ്യക്തമാണ്. കാലാകാലങ്ങളിൽ ഇതിൻ്റെ ഒരു കഥയുടെ, ആട്ടക്കഥയുടെ കഥാപാത്രത്തിൻ്റെ എസൻസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു സെലക്റ്റീവായ ഗ്രൂപ്പിനെ, വ്യക്തികളെ, അവരാണ് ശരിക്കും ഇതിൻ്റെ പതാകവാഹകരെ ഈ കഥയുടെ നിലനിൽപ്പിൻ്റെ. പിന്നെ ഇപ്പോൾ സജനീവ് അത് വിശദീകരിക്കുകയും ചെയ്തു. ആ കാലങ്ങളിൽ ചിലർ ഇതിലേക്ക് പ്രാപ്തരല്ലെങ്കിൽ അവർ വേറൊന്നിൽ മിടുക്കന്മാരായിട്ട് അങ്ങോട്ട് കാലം കഴിച്ചു പോകണുള്ളൂ, തിരിച്ചിതിലേക്ക് വരണില്ല. പിന്നെ ഇപ്പോൾ അതല്ല, എല്ലാവരും ഇത് പരീക്ഷിക്കണം എന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ആ ഭാഗത്തേക്ക് പക്ഷേ കുറച്ച് മുമ്പേ നമ്മൾ സംസാരിച്ചത് തന്നെയാണ്. അതായത് ഈ കർത്തൃപാഠം എല്ലാ കാലത്തും ഉണ്ടെങ്കിലും രംഗപാഠം തെക്കും ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിനൊരു തെളിവാണ് ഈ ഇത് ചർച്ച. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ചൊല്ലിയടിക്കാൻ പറ്റിയ കഥയല്ല എന്നുള്ള വിവാദത്തിൽ എത്ര നാളിത് കുടുങ്ങിക്കിടന്നു. തെക്കും വടക്കുമായിട്ട് പലരും പല ലേഖനങ്ങളും പുസ്തകങ്ങളും അത്യന്തം വാശിയോടെ പ്രസംഗങ്ങളും ഒക്കെ നടത്തി ആ അവസ്ഥയിലേക്ക് എത്തിയതാണിത്. ഇനി അതിൻ്റെ കാരണം രണ്ട് പുറത്തു നിന്ന് സംസാരിച്ചാൽ രണ്ടു കൂട്ടർക്കും ഭംഗിയായിട്ട് ന്യായീകരിക്കാൻ പറ്റാവുന്ന അതിനകത്തുണ്ട് താൻ. അടുത്ത ഫേസിലേക്ക് വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രേക്ഷക ഹൃദയങ്ങളിൽ കൂടെ ആണ് ഈ കരുത്തുറ്റ കഥാപാത്രങ്ങൾ വീണ്ടും 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 നന്നാവുന്നതും അതിനെ ഓരോ കാലത്തും കൊണ്ടു നടക്കാനുള്ള കലാകാരന്മാരാണ് പ്രേക്ഷക മനസ്സിൽ പതിയുന്നതെങ്കിൽ ഈ കലാകാരന്മാരിൽ കൂടെ നടക്കുന്ന ഈ കഥകളിയെ പൊതു പ്രേക്ഷക സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു കളി നടക്കുന്ന സ്ഥലത്ത് ഇതിനെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒന്നാം തരം പ്രേക്ഷകരെ മാറ്റി നിർത്തുക.
രണ്ടാന്തരം പ്രേക്ഷകരിലേക്ക് വന്നാൽ അവരെങ്ങനെ ഇതിനെ സ്വീകരിക്കുന്നു ഒന്നുകൂടി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എല്ലാവരും ഷെയർ ചെയ്യാൻ. ഒന്നാം നിരയിൽപ്പെട്ട ആസ്വാദകരെ കുറിച്ച് പറയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാം നിലയിൽപ്പെട്ട ആസ്വാദകർക്ക് നളചരിതം കണ്ടാൽ മതി. അതിന് കുറച്ച് ശീലങ്ങളുണ്ട്. നളൻ, ദമയന്തി, ഹംസം. ആദ്യ ദിവസം നളനും ഹംസവും ആയിട്ടുള്ള രംഗമാണ്. അത് ചിട്ടപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. യാവത്സ താവദശയിഷ്ട രതിശ്രമേണ, രതിശ്രമം കൊണ്ട് തളർന്നിരിക്കുന്ന ഹംസത്തെയാണ് നളൻ പിടിക്കാൻ പോകുന്നത്. പക്ഷേ പ്രാണികളെ പിടിച്ചു നിന്ന് തളർന്ന ഹംസത്തെ പിടിക്കാൻ നളൻ കഷ്ടപ്പെട്ട് വന്ന് അതിനെ പിടിച്ചു കഴിഞ്ഞാലും ഈ രണ്ടാം കിടയിൽപ്പെട്ട ആസ്വാദകർക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. അവർ കണ്ട് ശീലിച്ചത് കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകരുണ്ട്. മാറ്റി ചിന്തിക്കുമ്പോൾ ഒയൂരിൻ്റെ ഹംസം, കരുണാശാൻ്റെ ഹംസം, പത്മാശാൻ്റെ ഹംസം, ഈ മൂന്ന് ഹംസവും അവർക്ക് സ്വീകാര്യമാണ്. ഇടയ്ക്ക് കീഴ്പ്പടം കുമാരനാശൻ ഹംസം കിട്ടിയപ്പോൾ, രാമുട്ടിയാശൻ ഹംസം കിട്ടിയപ്പോൾ അതും അവർ സ്വീകരിക്കേണ്ടായി. കാരണം അവർ കാണാൻ വരുന്നത് കഥകളിയാണ്. നളചരിതം മാത്രമാണ് കഥകളിയെന്നോ അല്ലെങ്കിൽ നളചരിതത്തിൽ കവി ഉദ്ദേശിച്ചത് പൂർണ്ണമായും നടൻ ആവിഷ്കരിക്കണമെന്ന് അവർക്ക് നിർബന്ധമില്ല. എന്താണ് കവി ഉദ്ദേശിച്ചതും നടൻ ആവിഷ്കരിക്കുന്ന തമ്മിലുള്ള വ്യത്യാസമെന്ന് അവർ ചിന്തിക്കാറില്ല. ഉദാഹരണമായിട്ട് ഋതുപർണൻ്റെ കഥാപാത്രം എടുക്കാം. നളനുള്ളത് കൊണ്ട് മാത്രം രണ്ടാം സ്ഥാനമുള്ള ആളാണ്. നളൻ അതിസുകൃതി എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ഇയാൾ സുകൃതിയാണ്. എന്താ ഋതുപർണൻ്റെ പ്രത്യേകത? ഋതുപർണൻ സൂര്യവംശത്തിലെ ഇക്ഷ്വാകു വംശത്തിൽ 26ാമത്തെ രാജാവാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ശ്രീരാമൻ്റെ ഒക്കെ ഒരു 7ാം തലമുറയ്ക്ക് മുമ്പാണ്. അത്രയും പ്രസിദ്ധനായ രാജാവ്. ഗണിതശാസ്ത്രത്തിൽ അദ്ദേഹം വളരെ മിടുക്കനാണ്. ഒറ്റ നോട്ടത്തിൽ താനി വൃക്ഷത്തിലുള്ള ഇലകളും താഴെ കിടക്കുന്ന ഇലകളും തമ്മിലുള്ള വ്യത്യാസം ഒരു നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ആളാണ്. മാത്രമല്ല യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ പ്രതിഫലേച്ഛയും കൂടാതെ അക്ഷഹൃദയ മന്ത്രം നളന് കൊടുത്ത ആളാണ്. ഇതിനൊക്കെ പുറമെ പ്ലാറ്റോണിക് ലവർ, തികഞ്ഞ ഒരു ഭൈമീകാമുകൻ ആരംഭിച്ചാൽ ഋതുപർണനാണ്. 14 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ പാഷൻ തീർന്നിട്ടില്ല, ദമയന്തിയോടുള്ള പാഷൻ. അങ്ങനെയുള്ള ഋതുപർണനെ ഒന്ന് നിലവാരത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ഈ പറഞ്ഞ മുറിയ മാഷ് ആവശ്യപ്പെട്ട തരത്തിലുള്ള ആസ്വാദകർ ചിന്തിച്ചിട്ടില്ല. എന്തൊക്കെ ചെയ്യാവുന്ന ഋതുപർണനാണ്. ആ ഋതുപർണനെ ഒരിക്കലും ആ മുകളിലേക്ക് എത്തിച്ചിട്ടില്ല. ഈ ഋതുപർണൻ്റെ വസ്ത്രം കൊണ്ട് പോലും നളന് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. അത്രയും കേമനായിട്ടുള്ളൊരു കഥാപാത്രം. ആ കഥാപാത്രത്തെ ആരും ശ്രദ്ധിക്കാറ് പറ്റില്ല. അത് പുറപ്പാട് കഴിഞ്ഞാൽ കെട്ടും, ചിലപ്പോൾ ഇന്ദ്രൻ തന്നെ കെട്ടും, ചിലപ്പോൾ കുട്ടിത്തരം, അതിൻ്റെ കുട്ടിത്തരത്തിനും ഇടത്തരത്തിനും ഇടയിലുള്ള ആളെ കൊണ്ട് വേഷം കെട്ടിക്കുക. അങ്ങനെയാണ്. കാരണം നളചരിതം കളിക്കുക എന്നേ ഉദ്ദേശമുള്ളൂ. പൂർണ്ണമായിട്ട് അവതരിപ്പിക്കാറില്ല. 1ാം ദിവസവും ചെയ്യാറില്ല. 1ാം ദിവസത്തിൻ്റെ ഉത്തരഭാഗം എത്രയോ നാടകീയമായിട്ടുള്ളതാണ്, അത് അവതരിപ്പിക്കാറില്ല. 2ാം ദിവസത്തിൽ പകുതിയോളം അവതരിപ്പിക്കാറില്ല. 3ാം ദിവസത്തിൽ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. ഈ ലോകപാലന്മാരെ എന്നുള്ള പദത്തിന് മുമ്പൊരു പദമുണ്ട്. നളനെ വിശേഷിപ്പിക്കുമ്പോൾ പറയുന്നത് ശാർഘി പിനാഗി ഭക്തൻ എന്നാണ്. ശിവനെയും വിഷ്ണുവിനെയും ഒരുപോലെ ഉപാസിക്കുന്ന ശൈവ വൈഷ്ണവ കോംപ്രമൈസിൻ്റെ ആളാണ് നളൻ. പക്ഷേ ഈ ലോകപാലന്മാരെ എന്ന് തുടങ്ങുന്നതിന് മുമ്പുള്ള ശിവവൈഷ്ണവ സ്തുതി ഒരിക്കൽ പോലും ഞാൻ അവതരിപ്പിച്ച് കണ്ടിട്ടില്ല. ഇതിനെക്കുറിച്ചും പ്രത്യേകിച്ച് ആർക്കും പരാതിയുള്ളതായിട്ട് അറിയില്ല. എന്നാൽ ഒപ്പം തന്നെ നളചരിതത്തെക്കുറിച്ചുള്ള പരാതികളിൽ
ഒരെണ്ണം സൂചിപ്പിച്ച് ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യും. തീർച്ചയായിട്ടും ഇനിയും വേണുവിനെ ഒന്നുകൂടി കീഴ്പ്പെട്ട് ഇറക്കണം എനിക്ക് കുറച്ചും കൂടി താഴത്തേക്ക്. കാരണം ഈ ശരാശരി ആസ്വാദകൻ്റെ ഒരു മനസ്സുകൂടി വേണുവിന് വരാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ സുനീഷ്ണ അവർക്ക് കൈമാറുകയാണ്. ആ കൂട്ടത്തിൽ ഞങ്ങൾക്കിപ്പോൾ മറ്റേ ഈ സംഭാഷണം നടക്കുന്ന സഭയിലേക്ക് എത്തിയ ഒരു അംഗത്തിനെ കൂടി ഞങ്ങളുടെ കണ്ണിൽ പെട്ടു. നമ്മുടെ വേണുഗോപാൽ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. വല്ലാത്തൊരവസ്ഥയിലാണ്. ഇനിയിപ്പോൾ ഈ പ്രഭാഷണം നടത്താനുള്ള ചിന്ത നടത്താനുള്ളവരൊന്നും കൂടി പങ്കുവയ്ക്കട്ടെ. കാരണം ഒരു 4 ദിവസം ഞങ്ങൾ നളചരിതം ഇങ്ങനെ കോരി കുടിച്ച് സന്തോഷിച്ച് പോയ കൂട്ടത്തിലാണ്. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ആ കേട്ടതിൻ്റെ ഒരു ബാക്കിയൊക്കെ ഞങ്ങളിൽ നിന്ന് വന്നാലും അത്ഭുതപ്പെടാനില്ല സാറേ. അടുത്തതായിട്ട് ശ്രീ ഉണ്ണീഷ്ണ അവർക്ക് കൈമാറുന്നു. ശരാശരി പ്രേക്ഷകൻ്റെ നളചരിതം എവിടെ നിൽക്കുന്നു? ശരാശരി പ്രേക്ഷകൻ എന്ന് കൃത്യമായിട്ട് നമുക്ക് അടയാളപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നു. ആസ്വാദകരുടെ തലമുറ മാറുമ്പോഴും എനിക്ക് തോന്നുന്നത് നളചരിതത്തിലുള്ള ആഭിമുഖ്യം ആളുകളിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഒരിക്കലും നളചരിതം വേണ്ട, മറ്റ് കഥകൾ മതി എന്ന് പൊതുവെ എങ്ങോട്ടും അങ്ങനെ പറയപ്പെടാറില്ല. പ്രത്യേകിച്ച് നളചരിതം 1-ാം ദിവസമൊക്കെ കഥകളി കണ്ടു തുടങ്ങുന്നവർക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഹംസത്തിൻ്റെയും ഒക്കെ ഒരു കൗതുകം ഉണ്ടാവുമല്ലോ, വേഷവൈവിധ്യം ഉള്ളതുകൊണ്ട് തന്നെ അത് പ്രത്യേകിച്ച് ആസ്വാദകരുടെ ചിത്രത്തിലേക്ക് പെട്ടെന്ന് അത് എത്തും. പിന്നെ പദങ്ങൾ താരതമ്യേന അധികം കഠിനമല്ല. അതുകൊണ്ട് തന്നെ നളചരിതത്തിലെ കഥകളി ആസ്വാദകർ ആദ്യമായിട്ട് വരുമ്പോൾ തന്നെ അവർക്ക് 1-ാം ദിവസമൊക്കെയാണ് കാണുന്നത് വെച്ചാൽ എന്തായാലും അതിനോടൊരു ആഭിമുഖ്യം ജനിക്കും. തദ്വാര കഥകളിലേക്കും അവർ പ്രവേശിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അതിങ്ങനെ ക്രമേണ കണ്ട് ശീലം കൊണ്ട് വേണം എന്താ പറയുക 2-ാം കിടക്ക അല്ലെങ്കിൽ 3-ാം കിടക്കാരൊക്കെ മാറുക. എന്തായാലും ഈ സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയൊക്കെ വലിയ അങ്ങനെ അതോട് കൂടിച്ചേരുമ്പോൾ തന്നെ കൂടുതൽ ആസ്വദിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാഹിത്യ നിരപേക്ഷമായിട്ട് നളചരിതത്തെ ആട്ടക്കഥ മാത്രമായിട്ട് നമുക്ക് അത് അത്ര കണ്ട് രസിക്കുമോ എന്ന് സംശയമാണ്. അത് ഈ പറയല്ലേ വേഷവൈവിധ്യമുണ്ട്, തിര്യക്കുകളൊക്കെ. ഇപ്പോൾ ഹംസം പക്ഷി വേറെ കഥയിലുണ്ട്. പക്ഷേ ഹംസം അത് ഇതുപോലെ ഒരു ഹംസത്തിൻ്റെ സൃഷ്ടി ഇങ്ങനൊരു സൃഷ്ടി വേറൊരു കഥയിൽ കാണില്ല. ജടായുവൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്തൊരു വ്യത്യാസമാണ് നളചരിതത്തിലേക്ക് എത്തുമ്പോൾ. ഊർജിതാശയനായ നളനെക്കുറിച്ച് പറയുന്നുള്ളൂ. അദ്ദേഹം അവിടെ നമുക്കൊരു മനുഷ്യനല്ല എന്ന് പോലും പറയാൻ കഴിയില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ജടായുവിൻ്റെ മുമ്പൊക്കെ ഉണ്ണായിവരെ കണ്ടിട്ടുണ്ടാവാൻ നളചരിതം ഇതിനു മുമ്പ് കോട്ടയത്തോടൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ടാവുമെന്ന് ഉറപ്പുണ്ട്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ തുടക്കത്തിലൊക്കെ സജിനി പറഞ്ഞു, തുടക്കത്തിലൊക്കെ ആട്ടക്കഥയുടെ ചിട്ടവട്ടങ്ങളൊക്കെ അദ്ദേഹം അനുസരിക്കുന്നുണ്ടെങ്കിലും പിന്നെ കവികർമ്മം എത്തുമ്പോൾ അദ്ദേഹം ഇതൊക്കെ ഒരു ഉഡ്ഡയനം ചെയ്യണം ഒരു ആവിഷ്കാരത്തിലേക്ക്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ആസ്വാദകർക്ക് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും തുടക്കക്കാർക്ക്. ഇപ്പോൾ കീചകപദം കാണുന്ന പോലെയൊക്കെ അത്ര തന്നെ മുഴുവൻ ആസ്വദിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഒരു കാവ്യാസ്വാദനത്തിൻ്റെയും നമ്മുടെ മലയാള ഭാഷാ പഠനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു സംസ്കാരം, ഒരു ആസ്വാദന സംസ്കാരം ഉണ്ടാവണം. അതുണ്ടെങ്കിൽ ഈ നളചരിതത്തിലേക്കൊക്കെ കൂടുതൽ പ്രവേശിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പിന്നെ എന്തുകൊണ്ടാണ് ഈ ശൂന്യത തുടർച്ചയായിട്ടുള്ള ഈ കളിക്കാതിരുന്നത്, എന്തുകൊണ്ടാണ് ഈ ചരിത്രത്തിൽ കണ്ട ശൂന്യത? അതെനിക്ക് തോന്നുന്നത് ഇവർ പറഞ്ഞല്ലോ, മായയും സജിനിയും പറഞ്ഞതല്ലേ, അത്ര രംഗപ്രഭാവമുള്ള അത്ര വ്യക്തിപ്രഭാവമുള്ള നടന്മാരുടെ അഭാവം കൊണ്ട് തന്നെയായിരിക്കാം. അതെന്തായാലും ആവശ്യമാണല്ലോ. ചില കഥകളൊക്കെ ചില പ്രത്യേക ആളുകൾ കിട്ടുമ്പോഴാണ് ഇത് കിട്ടുക. അപ്പോൾ നമുക്ക്
രാമകുട്ടിദാസന് മുമ്പ് നമുക്കൊരു പരശുരാമന് ഓർമ്മയില്ല. ഈ കഥ അല്ലേ, വേറൊരു പരശുരാമന് നമുക്ക് ഓർമ്മയില്ല. അപ്പോൾ ചില കഥകൾ തന്നെ ഈ ഇത്തരം അതുല്യമായ രംഗപ്രഭാവമുള്ള വേഷക്കാരിലൂടെ നമുക്ക് കിട്ടുകയുള്ളൂ. അത് ഇപ്പോൾ നടന്നുണ്ണിയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ശേഷം കുഞ്ഞുകുറുപ്പ്, കൃഷ്ണനായർ വരിച്ചു, ഇവരൊക്കെ വരിച്ചു. ഗോപിദാസൻ്റെ കാര്യം അറിയാലോ, അദ്ദേഹം വാർദ്ധക്യത്തിൻ്റെ കൂടുതലാണ്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ കോട്ടക്കൽ ശ്രീരാമൻ അതുപോലെ ഇവരൊക്കെ കാലത്തിൻ്റെ യവനികൾക്ക് അപ്പുറത്തേക്ക് കടന്നു വെച്ചാലും അതിനുശേഷം വരെ തലമുറയ്ക്ക് നളചരിതം പ്രിയങ്കരനാണ്. അത് പാടാൻ ആളുകൾക്ക് അത്ര ഇഷ്ടമാണ്. ആടിക്കാണാനും പാടി കേൾക്കാനും നേരത്തെ പറഞ്ഞാൽ വായിച്ച് രസിക്കാനും ഒക്കെ ഇപ്പോഴും ധാരാളം വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അജയകുമാറിൻ്റെ പുസ്തകം നല്ല മികച്ച പുസ്തകമാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ധാരാളം രചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പറയുന്നത് നളചരിതം അരങ്ങത്തും ഒരു സാഹിത്യകൃതി എന്ന നിലയ്ക്കും കവിത എന്ന നിലയ്ക്കും കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആസ്വാദകരും അതനുസരിച്ച് ഇത് കാണിക്കുന്നത് ആസ്വാദകരുടെ ആഭിമുഖ്യമാണ്. അവരുടെ ഇതിനോടുള്ള ഒരിക്കലും കാലത്താൽ നശിച്ചു പോകാത്ത വിധത്തിലുള്ള ഒരു തരത്തിലുള്ള ആഭിമുഖ്യം എന്തെന്നില്ലാത്തൊരു ഒരു ആകർഷണം എന്ന് പറയില്ലേ, ഈ ആകർഷണ ബലം നളചരിതത്തിന് എന്നും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പം കഥകളി ഇല്ലാതെ കാലത്താൽ തിരോഗമിച്ചു എന്ന് വയ്ക്കുക, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ആഗ്രഹിക്കാം. എങ്കിൽ പോലും നളചരിതം ആട്ടക്കഥ സാഹിത്യകൃതി എന്നതിലെങ്കിലും പഠിക്കാനും ഒരു ക്ലാസിക് എന്നതിലേക്ക് അത് നിലനിൽക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ പറഞ്ഞു നിർത്തിയതിൽ ഒരു ശുഭസൂചകമായൊരു കാര്യം കൂടി പറയാനുണ്ട്. കാരണം നളചരിതം വേണ്ട, കോട്ടയം കഥകൾ മതി എന്ന കാലത്തിൽ നിന്ന്, അഥവാ അക്കാലത്ത് ജീവിച്ചിരുന്നവർ കൂടി ഇപ്പോൾ ഉണ്ട്, സംശയമില്ല. നളചരിതം വേണ്ട, കോട്ടയം കഥകൾ മതി. അവിടെ നിന്ന് വന്ന മാറ്റം ആലോചിക്കുക. ഈ എന്തായാലും അഭിപ്രായം എടുക്കുമ്പോൾ ഒരു ക്ഷേത്രകളിയായാലും ക്ലബ്ബ് കളിയായാലും ഒക്കെ അഭിപ്രായം എടുക്കുമ്പോൾ അവിടെയുള്ള സാധാരണ പ്രേക്ഷകർക്കും ഒന്നും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവില്ല. അപ്പോൾ സാധാരണ പ്രേക്ഷകർ കേമന്മാരേക്കാൾ എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിലും വണ്ണത്തിൽ കുറവാണെങ്കിലും അവരുടെ സപ്പോർട്ട് തന്നെയാണ്. ഇപ്പോൾ നളചരിതം ഇല്ലാണ്ടൊരു കഥകളി മേള ഉണ്ടാവില്ല. ആ നിലയിലേക്ക് മാറി. എത്രയോ എണ്ണം കൂടി. 50നെ അപേക്ഷിച്ച് 20 കൊല്ലം കൊണ്ട് നളചരിതം എത്ര എണ്ണം കൂടി? 70നെ അപേക്ഷിച്ച് ഒരു 90ലെ എണ്ണം എത്രയാണ്? ഒരു 2010ലെ എണ്ണം എത്രയാണ്? ഇനിയിപ്പോൾ അത് കുറയുമെന്ന് പേടിക്കാനുള്ള ചില കാരണങ്ങൾ എന്നാലും ഉണ്ടാവാനില്ല, കൂടുക തന്നെയാണ്, പിന്നെയും കൂടുക തന്നെയാണ്. അടുത്ത ഒരു തലമുറയെ ഏൽപ്പിച്ച് ഈ നളചരിതം ഇനിയും എണ്ണം കൂടുക എന്ന് പറയുമ്പോൾ ശരാശരി പ്രേക്ഷകനും ഇതിൻ്റെ ഒപ്പം നിൽക്കണു എന്ന് തന്നെ എനിക്ക് തോന്നണേ. അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ മായെ ക്ഷണിക്കണം. ഈ പ്രൗഢഗംഭീരമായ കൂടിയാട്ടം, സംസ്കൃതത്തിൻ്റെ കലാരൂപമായ കൂടിയാട്ടത്തിൻ്റെ ഇതിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. കൂടിയാട്ടം കാണാൻ, അല്ലെങ്കിൽ പണ്ട് ഷേക്സ്പീരിയൻ നാടകങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഓരോ തലങ്ങൾ നേരത്തെ പറഞ്ഞു അങ്ങനെ ഇല്ല എന്ന് പറയാൻ, അത് വലിയ രീതിയിൽ ചിന്തിക്കുന്ന ആസ്വാദകരും മീഡിയേറ്റേഴ്സ് അവർക്കൊക്കെ ഓരോ സ്ഥാനം നിർണ്ണയിച്ചിട്ടുണ്ട് ഷേക്സ്പീരിയൻ നാടക തിയേറ്ററിൻ്റെ ഉള്ളിൽ. അപ്പം അതുപോലെ ഇടത്തട്ടിലുള്ള ആളുകൾക്ക് ഇപ്പോൾ കോട്ടയം കഥയോ മറ്റ് കഥകളൊന്നും അവർക്കൊരു വേഷം കണ്ടിരിക്കാം എന്നല്ലാതെ പണ്ട് തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, അവിടെ ശനിങ്ങനെ കളിച്ചപ്പോൾ അയ്യോ അങ്ങോട്ട് ചാടി ഇതിൻ്റെ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു, അത് തെറ്റി എന്ന് പറയണം. അത്ര തലത്തിലുള്ള ആസ്വാദകരും നമുക്കുണ്ട്. അവർക്ക് പോലും നളചരിതം കാണണ്ട എന്ന് ആർക്കും കണ്ടാൽ ഇതെന്തോ ഒരു പ്രണയമാണ്, അല്ലെങ്കിൽ എന്തോ സങ്കടമാണ്, ഇത് എന്തോ തമ്മിൽ സംസാരമാണ്, ഇങ്ങനെ കഥകളിയെക്കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് പോലും നളചരിതം എന്ന കഥയെ ആസ്വദിക്കാനായിട്ട് സാധിക്കുമെന്നാണ്. അത് ആ കഥയുടെ ഒരു പ്രത്യേകതയാണ്. നാടകമൊക്കെ ഇപ്പം മുഴുവൻ നമ്മൾ തിയേറ്ററിൻ്റെ ആസ്പെക്റ്റിൽ ഇരുന്ന് കാണുന്നവർ വളരെ കുറച്ചായിരിക്കും. പക്ഷേ ചില നാടകങ്ങൾ കണ്ടാൽ അവർക്ക് ഓക്കെ, നമുക്ക് അറിയാം അമേച്വറും സാധാരണ നാടകങ്ങളും കൂടി ഉള്ള വ്യത്യാസങ്ങൾ വെറുതെ കാണാവുന്ന ഒരു രീതിയിൽ. അപ്പോൾ ഈ ഇടത്തട്ടിലുള്ള ആളുകൾ അത്രമാത്രമാണ്
ഈ കലയെ ആസ്വദിക്കുന്നത്. വെറുതെ കണ്ടൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയിൽ കുറച്ച് നേരം ഒന്ന് സന്തോഷമായിട്ട് അല്ലെങ്കിൽ അതിരുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് ഒരു താതാത്മ്യം പ്രാപിച്ചു പോകുന്ന ഒരു കലാരൂപം കഥകളി വേഷവിധാനം കൊണ്ടൊക്കെ അത് ഈ നളചരിതത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഒരു കോട്ടയം കഥയ്ക്കോ അല്ലെങ്കിൽ മറ്റ് കഥകൾക്കോ ഒന്നും കിട്ടാത്ത ഒരു സാധനമാണ് ഈ ഒരു പ്രത്യേകത. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കഥകൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ എന്താണ് എന്ന് മുഴുവൻ അറിഞ്ഞ് കാണാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പക്ഷേ കുട്ടിക്കാലത്തും കഥകളി, പ്രത്യേകിച്ചും ഗോപിയാശാൻ്റെയും ശിവരാമാശാൻ്റെയൊക്കെ ഒരുമിച്ചുള്ള രംഗങ്ങൾ, വേർപാടായാലും ആദ്യത്തെ കുവലയവിലോചനയൊക്കെ ആയാലും പതിഞ്ഞ പദമാണെങ്കിലും, ഇപ്പോൾ മറ്റേ കോട്ടയം കഥയിലെ പതിഞ്ഞ പദമൊക്കെ ആണെങ്കിൽ ചില ആൾക്കാർക്ക് ഉറക്കം വന്നിട്ട് ഇരിക്കുന്നുണ്ടാവില്ല. പക്ഷേ നളചരിതത്തിലെ കുവലയവിലോചന, അതുപോലെ സാമ്യമാകുന്ന ഒരു ഉദ്യാനം എന്നുള്ളത് അവർ എന്തോ ആണ്. ഈ പ്രത്യേകിച്ചും അതിൻ്റെ ലളിതമായ ഭാഷയും പ്രത്യേകതയാണ്. ആർക്കും മനസ്സിലാവും ഇത് ഏതോ ഒരു ഉദ്യാനത്തിനെ വർണ്ണിക്കുകയാണ്. ഒരു സ്ത്രീ വന്നിട്ട്, അല്ലെങ്കിൽ ഒരു സുന്ദരിയായ സ്ത്രീ വന്നിട്ട് ആ ഉദ്യാനത്തിനെ വർണ്ണിക്കുകയാണെന്ന് ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന് ഭേദമില്ല. എന്നാൽ ഉയർന്ന തലത്തിലേക്ക് ചിന്തിക്കുന്ന ആസ്വാദകർക്കും കൊടുക്കാനുള്ളത് നളചരിതത്തിലുണ്ട്. അതിൻ്റെ ഭാഷാ പ്രയോഗങ്ങളാണ്. സംസ്കൃതവും മലയാളവും ഒക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന അതുമുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഭാഷാ വ്യത്യസ്തത പല അവനെ ചെന്നായോ, ഈ ചെന്നായോ എന്നുള്ളതൊക്കെ എപ്പോഴും വിവാദമായിട്ടുള്ള ഭാഗങ്ങളാണ്. ചെന്നായോ എന്നുള്ള ചില തെക്കൻ ഭാഗത്തൊക്കെ ഉപയോഗിക്കുന്ന ഭാഷാഭാഗങ്ങളായിരിക്കാം. വടക്കോട്ട് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചതായിട്ട് കാണുന്നില്ല. ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിലുള്ള പദപ്രയോഗങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതെന്തോ ആണ്, പോയതാണ് എന്ന് കാണിക്കേണ്ട രീതിയിൽ ആളുകൾ കാണിച്ചാൽ, പ്രത്യേകിച്ച് മഹാനടന്മാരായിട്ടുള്ളവർ കാണിച്ചാൽ അത് പോവുകയാണെന്ന് ഏതൊരു സാധാരണ രീതിയിലുള്ള ആളുകൾക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും ശിവരാമാശാനെ പോലെയുള്ളവരൊന്നും മുദ്രയൊന്നും കാണിച്ചില്ലെങ്കിലും വെറുതെ സ്വല്പപുണ്യായാൽ ഇങ്ങനെ നിൽക്കാറേ ഉള്ളൂ. ബാക്കി നമ്മൾ മനസ്സിലാക്കാം. അത്രയും അത് ഏതൊരു വ്യക്തിക്കും എന്തോ ഒരു പുണ്യം കിട്ടിയതാണ്. ആ വാക്കിനർത്ഥത്തിനനുസരിച്ചുള്ള അഭിനയ പാടവം അവിടെ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ മുദ്രകൾക്ക് വളരെ ചുരുക്കമാണെങ്കിൽ പോലും അതിനെ ആസ്വദിക്കാനായിട്ട് നമുക്ക് ഏതൊരു സാധാരണ, മുരളി മാഷ് അതാണ് പറഞ്ഞു വെച്ചത്, അതിനെയാണ് ഞാൻ കൂട്ടിച്ചേർത്തത്. അതാണ് സാധാരണ ജനങ്ങൾക്കും ഏത് നിലയിലുള്ള ആസ്വാദകർക്കും ഒരേപോലെ അഭികാമ്യവും അല്ലെങ്കിൽ കാഴ്ച പീയൂഷം, നേരത്തെ ഞാൻ വാക്ക് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഉള്ളതാണ് അതിൻ്റെ സാഹിത്യത്തിൽ ഉള്ള പ്രത്യേകത. രണ്ടും കൂടെ യോജിപ്പിക്കുമ്പോഴാണ് ഒരു ആസ്വാദന തലം ഉണ്ടാവുക. അത് നളചരിതത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. മറ്റുള്ള കലകൾക്ക്, നളോപാഖ്യാനങ്ങൾക്കൊന്നും ഇല്ലാത്ത പ്രത്യേകത കഥകളിക്ക് നളചരിതത്തിനുള്ള പ്രസക്തിയും അത് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ നമ്മുടെ ഉദ്ദേശിച്ച റീഡിങ്ങിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ ആ പ്രതീക്ഷിച്ച തലത്തിലേക്ക് നമ്മൾ എത്തണം. കുറച്ചും കൂടി മായ പറഞ്ഞതിനെ ഒന്ന് താത്തി പറഞ്ഞാൽ മുകളിലേക്ക് കൊണ്ടുപോകാൻ സജനീയുണ്ട് അവിടെ. സാധാരണ കഥകളി തുടങ്ങി വയ്ക്കാനൊക്കെ പരിശ്രമിക്കുമ്പോൾ ആ നടത്തിപ്പിന് പൈസ തരുന്നവരെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ഇപ്പം ഞങ്ങളെപ്പോലെയുള്ള പലരും സംഘാടകർ ശ്രമിക്കുക. ആദ്യം വല്ല പ്രഹ്ലാദയരുതോ, ആകെ ബഹളം വേണം. ഈ ബഹളത്തിൻ്റെ കഥ ഒരു പാകത്തിനായി കുറച്ചൊക്കെ കണ്ടു മനസ്സിലായാൽ പിന്നെ അംഗീകരിപ്പിക്കാവുന്ന സാധനം എന്ത് എന്നുള്ള ചോദ്യത്തിന് സംശയമില്ല, നളചരിതം തന്നെയാണ്. സംഗീത വഴിക്കെങ്കിലും ആദ്യം പിടിച്ചിരുത്താം. പിന്നെ ഈ കഥാപാത്രത്തിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള അവസ്ഥ കാലാകാലങ്ങളിലെ മിടുക്കന്മാരുണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു മിടുക്കിൻ്റെ പുറത്ത് നളചരിതത്തിനെ സ്നേഹിച്ചു തുടങ്ങി. അപ്പോൾ ശരാശരിക്കാരൻ്റെ നല്ല കഥകളിയാണത്. അവിടുന്ന് കോട്ടയം കഥകളിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ബാലേകൾ സന്തോഷമായിട്ട് ആസ്വദിക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു തീരുമാനമായിട്ട് വേണം. അപ്പോൾ ആ തീരുമാനം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് ഒരു പക്ഷേ ഇപ്പോൾ രണ്ടാം ദിവസത്തിലെ പതിഞ്ഞ പദം അവിടെ നിൽക്കുമ്പോഴും ഈ ബാക്കി കാണുന്നതിനൊക്കെ ഞാനായിട്ട്, ഇന്നായിട്ട്, അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ളതിനൊക്കെ താരതമ്യത്തിന് വകുപ്പുള്ള തരത്തിലേക്കുള്ള കഥയായിട്ട് മാറണു ശരാശരിക്കാരൻ്റെ. അത് സമർത്ഥിക്കാൻ സജനീവിനെ ഒന്നും കൂടി ഏൽപ്പിക്കണം. തീർച്ചയായിട്ടും സങ്കേത ക്ലിഷ്ടത ഇല്ലാത്ത കഥകളി എന്ന നിലയ്ക്ക് സാധാരണക്കാരെ നളചരിതം ആകർഷിക്കുന്നുണ്ടെന്നുള്ളത് വലിയൊരു വസ്തുത തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
ഇവിടെ മാഷ് പറഞ്ഞ പോലെ ജീവിതഗന്ധിയായ, അതായത് കഥാപാത്രങ്ങളുടെ അന്തസംഘർഷങ്ങളെ ഒരുപക്ഷെ എപ്പോഴെങ്കിലും ഒരു പ്രണയമോ, എപ്പോഴെങ്കിലും ഒരു വിരഹമോ, എപ്പോഴെങ്കിലും ഒരു ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടലോ, എപ്പോഴെങ്കിലും ഒരു ധാർമ്മികതയുടെ ധാർമ്മികതയുടെ ഉരച്ചു നോക്കലുകളോ, പ്രായോഗികതയുടെ ബുദ്ധിയോ ഒക്കെ ജീവിതത്തിൽ അനുഭവപ്പെടുമ്പോൾ അതിനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു നിമിഷമെങ്കിലും നളനിലേക്കോ ദമയന്തിയിലേക്കോ അല്ലെങ്കിൽ ഒരു ഹംസത്തിലേക്ക്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതേപോലെ ഒരു കൂട്ടുകാരൻ, ഒരു ചങ്ങാതി പറന്നു വന്നിരുന്നെങ്കിൽ എന്ന് ഒരിക്കലെങ്കിലും ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അയാളുടെ മനസ്സ് അങ്ങേയറ്റം ദരിദ്രമായിരിക്കണം. ഇപ്പം മാഷ് ആദ്യം പറഞ്ഞ ആ ശരാശരി ആസ്വാദകൻ എന്നുള്ള ആ പദവി നളചരിതം കൂടുതൽ കാണുന്ന ഒരാളിലേക്ക് നമ്മൾ പതിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുഞ്ചനാരാശാനാണ് അതിന് ഏറ്റവും വലിയ മറുപടി നൽകിയത്. അദ്ദേഹം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം ബാഹുകനാണ് എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കഥകളി ലോകം ഈ കാപട്യത്തിൻ്റെ പുറകെ നളചരിതം ആസ്വദിക്കാത്ത, സങ്കേതബദ്ധമല്ലാത്ത നളചരിതം കഥകളിയെ അല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നവരുടെ എണ്ണം കൂടിയേന്. നമ്മൾ മൂന്ന് നടന്മാരെ പരിശോധിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ആസ്വാദകരുടെ ഈ തലത്തെ കൃത്യമായി നമുക്ക് അവലോകനം ചെയ്യാമെന്ന് തോന്നുന്നു. കൃഷ്ണനാരാശാൻ എല്ലാ തലത്തിലുള്ളവരുടെയും നളനും ബാഹുകനുമായിരുന്നു. അത് കുഞ്ചനാരാശാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ തലത്തിലുള്ളവരെയും കൂടി കുഞ്ചനാരാശാൻ കൊണ്ടുവന്നു. അവിടെയാണ്, അതായത് ഇവിടെ യുദ്ധവട്ടമല്ല വേണ്ട, ഇവിടെ യുദ്ധവട്ടം നടക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിലാണ്, ആസ്വാദകൻ്റെ മനസ്സിലാണ് യുദ്ധവട്ടം നടക്കേണ്ടതെന്നും. അതുപോലെ ഒന്നാം കിടയിലുള്ള ആസ്വാദകൻ നിരന്തരം നളചരിതത്തിൻ്റെ വരികളിലുള്ള സന്ദേഹം, മുദ്രകളിലുള്ള സന്ദേഹം, ആ ഓരോ കഥാപാത്രത്തിനും കൊടുക്കേണ്ട വാക്യാർത്ഥ, അതുപോലെ പദാർത്ഥ പ്രയോഗങ്ങളിൽ വരുന്ന ചില സംശയങ്ങൾ, ഇതെല്ലാം ഒന്നാം കിടയിലുള്ള ആസ്വാദകന് ചിന്തനീയമാണ് എന്ന് കുഞ്ഞനാരാശാൻ അടിവരയിട്ട് ഉറപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗോപിയാശാനിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ എല്ലാ തലത്തിലുള്ളവരും വീണ്ടും നളചരിതത്തിൻ്റെ പിന്നാലെ വരികയാണ്. ഒരുപക്ഷെ ഇപ്പോൾ തെക്കൻ നാട്ടിൽ ഒരുപാട് നളചരിതം കളിക്കുന്നു അല്ലെങ്കിൽ കളിച്ചിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വസ്തുതയുണ്ട്. അതായത് ചെങ്ങന്നൂർ രാമപിള്ള ആശാൻ ഉള്ളപ്പോൾ കൃഷ്ണനാരാശാൻ ഉള്ളതുപോലെ തന്നെ പത്മഭൂഷൺ കിട്ടിയ മടവൂരാശാൻ്റെ ഒരു വിരലിലെണ്ണാവുന്ന വേഷങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. പക്ഷേ ഗോപിയാശാൻ്റെ രണ്ടാം ദിവസം കണ്ടിട്ടുള്ളതിൻ്റെ എണ്ണം തന്നെ കൂട്ടാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു ഒരു കാലത്ത് ഞാൻ ജീവിക്കുന്ന കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗത്തെ അവസ്ഥ. അപ്പോൾ അതൊരിക്കലും ഈ 1, 2, 3 എന്ന് നമ്മൾ ആസ്വാദകരെ തരംതിരിക്കുന്നത് ഉണ്ടാകുന്നതല്ല. നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ ഗോപിയാശാൻ്റെ നളചരിത പ്രഭാവം തന്നെയാണത്. ഗോപിയാശാനിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ കുഞ്ചനാരാശാന് നമ്മൾ ആദ്യം നളനുണ്ണി ആ കർത്തൃപാഠത്തിൽ ഉണ്ണായി ചെയ്ത കർത്തൃപാഠത്തിലെ ഭാവുകത്വ വ്യതിയാനം പോലെ തന്നെ ശരിക്കും കുഞ്ചനാരാശാനിലേക്ക് എത്തുമ്പോൾ കഥകളി തന്നെ ഒരു വലിയ ഭാവുകത്വ പരിണാമത്തിന് അവിടെ കാരണമാകുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥാപാത്ര കേന്ദ്രീകൃതമായി കഥകളിയെ നിർദ്ധാരണം ചെയ്യുക, കഥാപാത്ര കേന്ദ്രീകൃതമായ കഥകളിയെ കാണുക, അതിന് നാട്യശാസ്ത്രത്തെ കൂട്ടുപിടിക്കുക. ഇതാരാണെന്ന് ഓർക്കണം. സാക്ഷാൽ പട്ടിക്കാന്നോട് രാവണിമേനോൻ്റെ ശിഷ്യനാണ് അതിന് തുടക്കം കുറിച്ചതെന്നുള്ളതാണ്. അപ്പോൾ അവിടെ കഥകളിക്ക് തന്നെ ഒരു ദിശാവ്യതിയാനം വരുത്താൻ ഒരുപക്ഷെ കുഞ്ഞനാരാശാനെ പ്രേരിപ്പിച്ചതിൽ കഥകളിൽ ആട്ടക്കഥകൾ എടുത്തു കഴിഞ്ഞാൽ നളചരിതം തന്നെ ആയിരിക്കും അതിനകത്ത് ഏറ്റവും മുന്നിൽ. ഗോപിയാശാനിലേക്ക് വരുമ്പോൾ നമ്മൾ ആ വ്യതിയാനത്തിൻ്റെ ഒരു വലിയ കുറവ്, കുഞ്ഞനാരാശാനി തുടങ്ങി വെച്ച മെയ്യുടെ കുറവ്, അത് ഗോപിയാശാനിലെത്തുമ്പോൾ അത് പൂർണ്ണതയിലേക്ക് വരികയാണ്. എവിടെയാണ് മുഖവും, നേരത്തെ കൂടിയാട്ടക്കാരിൽ നിന്ന് വന്ന മുഖവും ആട്ടവും, നളനുണ്ണിക്ക് ഉണ്ടായിരുന്ന ആട്ടം, കൃഷ്ണനാരാശാന് കിട്ടിയ മുഖം, അതിനുശേഷം ഗോപിയാശാനിലേക്ക് വന്ന മെയ്യ്, ഇത് മൂന്നും കൂടി ആശാനിലേക്ക് എത്തുകയാണ്. അപ്പോൾ പ്രയോക്താക്കൾ തന്നെ നളചരിതത്തെ കൂടുതൽ സങ്കേതഭദ്രമാക്കുകയും കൂടുതൽ ചിന്തനീയമായ വിഷയങ്ങളെ ആസ്വാദകരിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ തലങ്ങൾ ആസ്വാദക തലങ്ങൾ എന്ന് പറയുന്നത് അത് കാണക്കാടെ കണ്ട് ശീലിച്ച് ചിന്തിച്ച്
ഒരാൾ ഓരോ പടവുകൾ കയറിപ്പോകേണ്ടുന്ന ഒരവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും സജനീവ് പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാനുള്ള സമയം കൂടി ആയി തുടങ്ങി. അത് അവസാനം എത്തിയതൊരു വലിയ എന്താ പറയുക, നമുക്കിതിൻ്റെ ഒരു ഫലമായിട്ട് പറയാവുന്ന കുഞ്ചരാശൻ്റെ ചിന്ത. കൃഷ്ണരാശൻ ഏതാണ്ട് സമകാലികരാണ് അവർ, ഒരു തരത്തിൽ പറഞ്ഞാൽ. പ്രായവ്യത്യാസത്തിനെ എങ്ങനെ റേറ്റ് ചെയ്യും നമ്മളൊന്നും പറയാൻ പറ്റാത്ത തരത്തിൽ അവരുടെ ഇടപെടൽ. കൃഷ്ണരാശാനായിപ്പോൾ വന്ന മാറ്റം ഗോപിയാശാൻ്റെ കാര്യത്തിൽ സജനീവ് പറഞ്ഞ ആ കാര്യം യാതൊരു സംശയവുമില്ല. ഈ പറയണ എത്രയായിട്ട് പങ്കുവെച്ചാലും പങ്കുവെച്ചവരൊക്കെ ഒരുമിപ്പിച്ചൊരു സ്ട്രീമിലേക്ക് ഗോപിയാശാൻ കൊണ്ടുവരികയും ചെയ്തു കഥകളിയിലെ നളചരിതത്തിൻ്റെ അവതരണം കൊണ്ട്. അപ്പോൾ അവിടേക്ക് എത്തി നിൽക്കണമെന്ന് പറയുമ്പോൾ ആസ്വാദക പക്ഷം എക്കാലത്തും ഏതെങ്കിലും മഹാനടന്മാരിലെ അക്കാലത്തെ മഹാനടന്മാരിലെ അവരെ കണ്ട് കഥാപാത്രത്തെ പതിച്ചു കൊടുത്തങ്ങട് അവരുടെ ഒരു നഷ്ടം വന്നാൽ ഈ കഥാപാത്രം നഷ്ടമായെന്ന് വിലപിക്കുന്ന, നേരത്തെ സൂചിപ്പിച്ചു ശിവരാമാശൻ്റെ മറ്റേത് കഴിഞ്ഞ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളായിരുന്നു 4-ാം ദിവസം ദമയന്തി നമ്മളെ വിട്ടുപോയി എന്ന തരത്തിലൊക്കെ. അവിടേക്ക് പ്രേക്ഷകൻ എത്തുന്നതിൻ്റെ കാരണം ഒരു സംശയമില്ല, ഈ അമൂല്യമായ കൃതിയെ കാലാകാലങ്ങളിൽ ആ കാലത്തിൻ്റെ സൃഷ്ടിയായ ഒന്നാന്തരം നടന്മാർ പരിഷ്കരിച്ച് ഇതിന് സങ്കേതവും അല്ലേ ഒക്കെ ഒന്നിപ്പോൾ അരങ്ങ് ഭാഷയിൽ എത്ര സങ്കേത പദ്ധതി ഗോപിയാശൻ കൊണ്ടുവന്നേക്കണം എത്ര എണ്ണം. ഇപ്പം ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് തോന്നണ മാതിരി പോലും ചിലതൊക്കെ അല്ലേ. 2-ാം ദിവസത്തിലെ അതെ സ്ഥിരപ്രതിഷ്ഠ മനസ്സിൽ നേടാൻ പാകത്തിന് ആ ഇടയ്ക്ക് കലാശത്തിൻ്റെ ഒരു നിർത്തൽ അവന് തുടങ്ങിയത് ഇപ്പോൾ രണ്ടാമതിപ്പോൾ അറിയാണ്ടേ ചെയ്തു പോണു ഇപ്പോഴത്തെ നടന്മാർ തലത്തിലേക്ക് അവരുടെ പ്രയത്നം ഇതിനെ എത്തിച്ചിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആസ്വാദകൻ്റെ മനസ്സിലെ നളചരിതത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഷെയറിങ് ഞങ്ങളിപ്പോൾ നടത്തി. പ്രേക്ഷക പക്ഷത്തുനിന്ന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതാണ് കൂടുതൽ ഇതിലെ പ്രാധാന്യമുള്ള ഭാഗം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. നളചരിതത്തെ പറ്റിയിട്ട് വളരെ നളചരിതത്തെ പറ്റിയിട്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ആകെ ഉള്ളിലൊരു പതർച്ചയാണ്. കാരണം എന്താ വെച്ചാൽ അത് അത്ര സൂക്ഷ്മമായിട്ട് പഠിച്ചു കഴിഞ്ഞാലേ നളചരിതത്തെ പറ്റിയിട്ട് വല്ലതും സംസാരിക്കാൻ പറ്റുള്ളൂ. അരങ്ങത്ത് കാണുന്നത് പിന്നെ വളരെ ജനകീയമായിട്ടുള്ള കഥയും വളരെ ജനകീയമായിട്ടുള്ള ആട്ടങ്ങളും വളരെ ജനകീയരായിട്ടുള്ള നടന്മാരും ഉള്ളതുകൊണ്ട് അരങ്ങ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ അവസരത്തിൽ നളചരിതത്തിൽ നാട്യശാസ്ത്രത്തിൻ്റെ ചില മർമ്മങ്ങൾ വേണ്ടിടത്ത്, വേറൊരു ഭാഷ പറഞ്ഞ വേണ്ടിടത്ത് അത് ഘടിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് നളചരിതം മറ്റ് ആട്ടക്കഥകളിൽ നിന്നും അല്പം വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നു. ഈ നാട്യശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്, നാട്യശാസ്ത്രത്തിൽ പറയുന്നത് അതിൻ്റെ സാഹിത്യത്തിൽ 4 വൃത്തികൾ വേണമെന്ന്. എന്തൊക്കെയാണ് ഈ വൃത്തികൾ? ആകപ്പാടെ കണ്ടാവൃത്തി ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പറയുന്ന ആ ഭാഷാശൈലി തന്നെ വന്നിട്ടുള്ളത് നാട്യശാസ്ത്രത്തിലെ വൃത്തികളിൽ നിന്നാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വൃത്തി ഭാരതീവൃത്തി എന്ന് പറയും. ഈ ഭാരതീവൃത്തി എന്ന് പറഞ്ഞത് പുരുഷപ്രയോജ്യമാണ്. പുരുഷ കഥാപാത്രങ്ങളാണ് ഈ ഭാരതീവൃത്തി കൈകാര്യം ചെയ്യേണ്ടത്. ഭാരതി എന്ന് പറഞ്ഞാൽ വാക്ക്. ഈ വാക്കുകൊണ്ടുള്ള കസർത്തുകൾ അത് പ്രയോഗിക്കേണ്ടത് പുരുഷനാണ്. ഇത് നളചരിതത്തിൽ എവിടെയുണ്ടെന്നുള്ളത് ഞാൻ പറയണോ? സാമരധാമ വധൂമതഭൂമ വിരാമത കോമളിമ. അതുപോലെ അല്ലെങ്കിൽ നാരദൻ തുടങ്ങിയിട്ട് ഇങ്ങോട്ട് ഉള്ള പുരുഷ കഥാപാത്രങ്ങളൊക്കെ ഈ ഭാരതീ വൃത്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള രീതിയിലാണ് അവരുടെ സംഭാഷണം. ഇത് ഉണ്ണായി വാര്യർ അറിയാണ്ടെന്നും പ്രയോഗിച്ചതല്ല, അറിഞ്ഞിട്ട് തന്നെ പ്രയോഗിച്ചതാണ്. കാരണം ആ ഒരാണി അവിടെ അടിച്ച് ഉറപ്പിച്ചു, ഭാരതീയ വൃത്തി. പിന്നെ എന്താ അടുത്ത വൃത്തി
ഗൗഡി എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്, യുദ്ധാദികളിലുള്ളതാണ്. എന്നാൽ വധം നിഷിദ്ധവുമാണ്. അതിതിലൂല്ലേ, നളചരിതത്തിലൊരു വധമില്ല. എന്നാൽ ഗൗഡി രീതിയിലുണ്ട്. 4 ദിവസം എന്നെ ചതിച്ച നീ എങ്ങോട്ട് പോകുന്നു, എനിക്കത് കേൾക്കയിൽ മോഹം. ഇതിനേക്കാൾ വലിയൊരു ഒരു ഗൗഡി വൃത്തി പ്രയോഗിക്കാൻ വേറെ ആർക്കെങ്കിലും പറ്റൂ? അത് ആ സ്തോഭത്തിൽ പാടുന്ന പല ഗായകന്മാരും അത് അതിൻ്റെ സ്തോഭവും അതിൻ്റെ സ്പിരിറ്റും വിട്ടുപോകാതെ കണ്ട് അവതരിപ്പിക്കുന്ന പല നടന്മാരും അരങ്ങത്ത് വരാറുണ്ട്, കണ്ടിട്ടുണ്ട്. അത് എനിക്ക് അനുഭവമാണ്. ഭാരതി, ഗൗഡി, ഇനി സാത്വതി, അത് നളചരിതം ആപാദചൂടം സാത്വതി വൃത്തി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ വൃത്തികളെ വേണ്ടും വിധത്തിൽ ഇതിൽ ഇണക്കിയിട്ടുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ വളരെ വളരെ വർഷങ്ങളായി എല്ലാവരാലും സ്വീകാര്യമായി നളചരിതം നിലനിൽക്കുന്നത് എന്ന് എനിക്കൊരഭിപ്രായമുണ്ട്. മറ്റുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ള അതിൻ്റെ 10-1 പോലും എനിക്കറിയില്ല. ഇങ്ങനെ ചില പോയിന്റുകൾ ഇത് നമ്മുടെ പഴയ ഗുരുനാഥന്മാരും കാരണന്മാരും പറഞ്ഞു തന്നിട്ടുണ്ട്. നളചരിതം നിങ്ങൾ നരേന്ദ്രൻ വായിക്കുമ്പോൾ ഇതൊക്കെ ഇല്ലേ നോക്കണം, ഇതൊക്കെ ഒന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം. വലിയ തീർച്ചയായും ഈ വേദിയും സദസ്സും തമ്മിൽ പൊക്കത്തിൽ ഈ കല്ലിൻ്റെ വ്യത്യാസം മാത്രമല്ല, താഴെ പൊക്കം കൂടുതലെന്നുള്ള ബോധ്യത്തിൽ കൂടെ തന്നെ ഞങ്ങൾ ഇരിക്കണേ. നമസ്കാരം, എൻ്റെ പേര് ഭദ്ര എന്നാണ്. ഞാനൊരു സാഹിത്യ വിദ്യാർത്ഥിനിയാണ്. നളചരിതത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ശിശുവാണ്, കൂടുതൽ മനസ്സിലാക്കാൻ മോഹിക്കുന്ന ഒരാളാണ്. എന്നിരുന്നാൽ കൂടെ ശിശുവാണ്. നളചരിതമായിട്ടുള്ള ബന്ധം തുടങ്ങണത് തീർച്ചയായിട്ടും കഥകളി എന്നുള്ള കലയെ അടുത്തറിയാൻ തുടങ്ങിയത് തീർച്ചയായിട്ടും ഞാനൊക്കെ കഥകളി സമാരോഹം കണ്ടുകൊണ്ടാണ്. അപ്പോൾ പുലർച്ചെ 4 മണിക്ക് ഞാൻ കുറച്ചു കാലം തായമ്പ പഠിച്ചായിരുന്നു. അപ്പോൾ ആ സാധകം ചെയ്യാൻ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ സാധകം എത്രയും വേഗം അവസാനിപ്പിച്ച് കഥകളി സമാരോഹത്തിൻ്റെ മുമ്പിൽ ഇരിക്കാനുള്ളൊരു മോഹത്തിൽ നടന്നേർന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നളചരിതം മുഴുവനൊന്നും ഇതുവരെ കണ്ടു കഴിഞ്ഞിട്ടില്ല, എന്നാലും പല ഭാഗങ്ങളും പലപ്പോഴായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ട് വായിച്ചിട്ടില്ലെങ്കിലും പല ഭാഗങ്ങൾ വായിച്ചിട്ടുണ്ട്. യാത്രകളിൽ മുഴുവൻ കേൾക്കാറുള്ളത് നളചരിതത്തിലെ പദങ്ങൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ നളചരിതം വേറെ ഊന്നിയിട്ടുള്ളൊരു കാവ്യം അല്ലെങ്കിൽ ഒരു കലാരൂപം തന്നെയാണ് എനിക്ക്. അപ്പോൾ ഇപ്പോൾ ഇത്രയും ദിവസങ്ങളായിട്ടുള്ള പ്രഭാഷണങ്ങളും അവതരണങ്ങളും ഇന്നത്തെ ചർച്ചയും വീണ്ടും വീണ്ടും മനസ്സിൽ ഉറപ്പിച്ചത് ഒരു കാര്യമാണ്. നളചരിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അതിലെ സാഹിത്യത്തിൽ നിന്ന് മാത്രമല്ല, അതിൻ്റെ മുഴുവൻ ആവിഷ്കാരത്തിലുള്ള സാത്വിക അഭിനയത്തിനുള്ള പ്രാധാന്യമാണ് അതിൻ്റെ ഒരു വിജയം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇപ്പം ഇനി ഈ നളചരിതം അതേ ആട്ടക്കഥ തന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ എന്ത് തരത്തിലും അവതരിപ്പിക്കാൻ ആ സാത്വികാഭിനയത്തിനുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏതൊരു ഫോമിലും അവതരിപ്പിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ 2 ദിവസം മുമ്പ് ശ്രീമതി ഉഷാ നങ്ങിയാരുടെ ഉഷ്ടിച്ചിയുടെ നളചരിതത്തിലെ ദമയന്തിയുടെ ഒരു നിർവഹണത്തിൻ്റെ ഭാഗം ചെയ്ത് കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ ആട്ടപ്രകാരം രചിച്ചിരിക്കുന്നത് ഉണ്ണായിവാരും കൃഷ്ണനായരാശാനും ഒക്കെ അല്ലേ ചോദിച്ചു. ശരി തന്നെയാണ് എന്നുള്ളത് ഉഷ്ടിച്ചി സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിനെ ഏതിലേക്കും അപ്ലൈ ചെയ്യാനുള്ളൊരിത് അതിൻ്റെ ഘടനയിലുള്ള സാത്വികാഭിനയത്തിൻ്റെ പ്രാധാന്യം തന്നെയാണെന്ന് തോന്നി. പിന്നെ നരേന്ദ്ര മാഷ് പറഞ്ഞ ഭാരതി വൃത്തിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഈ പറയണ പോലെ ഒരു വാക്ക് കേട്ടിട്ട് ഇഷ്ടം തോന്നുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് കാട്ടാളിനോടും അങ്ങനെ ഒരു ഇഷ്ടം തോന്നാറുണ്ട്. ഈ കാട്ടാളിനെ എന്തിനാ ഇപ്പം ഇങ്ങനെ ഭസ്മാക്കിയേ എന്ന് അദ്ദേഹത്തിൻ്റെ വാക്ക് മാത്രം കേട്ടാൽ, ബാക്കി സന്ദർഭം നോക്കരുത്, അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ ഭംഗി കേട്ടാൽ നമുക്ക് അദ്ദേഹത്തിനോട് പോലും ഇഷ്ടം തോന്നും. അങ്ങനെ ഒരുപാട് ഉള്ളിൽ പതിയുന്ന മുഹൂർത്തങ്ങൾ ഉള്ളത് തന്നെയാണ് നളചരിതത്തിൻ്റെ ഒരു മേന്മ എന്നാണ് ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത്. സന്തോഷം.
ഈ നളചരിതത്തിൻ്റെ ചിന്തകളുടെ ഇടയ്ക്ക് കേട്ടൊരു വാക്കുകൂടി പറഞ്ഞിതൊന്ന് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുക. അടുത്ത മനോധർമ്മം എന്നത് കഥകളിയുടെ ഒരു വലിയ ചിട്ടപ്പെട്ട പഠിപ്പിച്ചു വിട്ട ചോയ്സായിട്ട് പഠിപ്പിച്ചു വിട്ടിട്ട് അതിൽ നിന്ന് ഒന്നെടുത്ത് സന്ദർഭത്തിനോട് ചേർത്ത് വയ്ക്കുന്ന രീതിയിൽ മനോധർമ്മം നിൽക്കുന്ന കഥകളിയിൽ അതിനെ അവിടെ നിന്ന് പറിച്ചെടുത്ത് കഥാപാത്രമായി വേഷം കെട്ടി അരങ്ങിൽ വന്നാൽ അതിലെ ഓരോ വാക്കിലും ചലനത്തിലും ഈ പറയുന്ന എല്ലാ ശാസ്ത്രങ്ങൾ അനുശാസിക്കുന്ന മാർഗങ്ങളിലും മനോധർമ്മത്തെ ഉണ്ടാക്കാൻ ഇത്രയധികം ഗഹനതയുള്ള വേറൊരു കഥയില്ല. അതുകൊണ്ട് നളചരിതം മനോധർമ്മം എന്ന ചിട്ടപ്പെട്ടതിനെ മാറ്റി അപ്പോഴുണ്ടാക്കുന്നതായിട്ട് അത് ഓരോ പദങ്ങളിലും ചലനങ്ങളിലും മനോധർമ്മത്തിനെ കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള കഥയായി സാധാരണ പ്രേക്ഷകരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നൊരു കാലം സ്വപ്നം കണ്ടുകൊണ്ട് വളരെ ഇതിൽ പങ്കെടുത്ത ഓരോരുത്തരും അവതരിപ്പിച്ച ആ ചിന്തകളും പ്രേക്ഷകർ അതിൻ്റെ ഒപ്പം ചേർന്നതിൻ്റെ സുഖം കൂടി പങ്കുവച്ചിട്ട് അടുത്ത പരിപാടിയുടെ സമയത്തിൽ നിന്ന് 10 മിനിറ്റ് അപഹരിച്ച സന്തോഷത്തോടെ അല്ലെങ്കിൽ ഒരു സങ്കടത്തോടെ, കാരണം അത് കാണാൻ കാത്തിരിക്കുന്ന നിങ്ങളല്ല ഞങ്ങൾ. അതുകൊണ്ട് അപ്പോൾ അതിനുവേണ്ടി മറ്റ് അഭിപ്രായങ്ങളെ ഇവിടെ നിർത്തിയിട്ട് ഈ ചടങ്ങ് ക്രോഡീകരിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും വലിയ സന്തോഷം. ഇതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടിയതിൽ ഞാനും സന്തോഷവാനാണ്. കാരണം ഇരിങ്ങാലക്കുട ക്ലബിൻ്റെ പ്രോഗ്രാമാണ്, നളചരിതത്തെക്കുറിച്ചാണ് പറയണത്. എന്തോ ഭാഗ്യത്തിന് കേൾക്കാൻ കാലത്ത് അവസാനം ഇവിടെ വേണു സാറ് വന്നേക്കണം. അത് കാരണം ഞങ്ങളൊരു 4.5 മണിക്കൂർ വീതം 4 ദിവസം മാസ്റ്റർ മുമ്പിലിരുന്ന് ഇങ്ങനെ തരിച്ചിരുന്നതാണ് ഒരു മാസം മുമ്പ്. മറക്കാൻ പറ്റാത്തൊരനുഭവം. അതിൻ്റെ ബാക്കി പത്രം ഇപ്പം എന്താ പറയുക, ഉള്ളിന്നത് പോയിട്ടില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം വന്നത്. ഏറ്റവും സന്തോഷത്തോടെ ഈ സുവർണത്തിൻ്റെ ചിന്തകളെ അങ്ങേയറ്റം മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഒരു നിമിഷം ചടങ്ങുകൾ ബാക്കിയുണ്ട്. ഇവരെ എത്രയും ആദരിക്കുന്നതിനായിട്ട് ക്ലബിൻ്റെ പ്രസിഡൻറ്റിനെ വിളിക്കുന്നു. ഇങ്ങനെ ഒരു ക്ഷണം സ്വീകരിച്ച് ഇങ്ങനെ ഒരു ആസ്വാദക പക്ഷത്തു നിന്നുള്ള നളചരിത വിചാര ചിന്തകളെയും ആസ്വാദക പക്ഷത്തു നിന്നുള്ള ചർച്ചയും നടത്താൻ സാധിച്ച മുരളി മാഷും ഒപ്പം കൂടെ വന്ന വേണുഗോപാൽ സാറായാലും ആർ വി ഉണ്ണീഷനായാലും മായ നെല്ലിയോടായാലും സജീവനായാലും എല്ലാവരോടും നന്ദി പറയുന്നു ക്ലബിൻ്റെ പേരിൽ. അവരെ ആദരിക്കാനായിട്ട് അനിയേട്ടനെ സാദരം ക്ഷണിക്കുന്നു.